ഒരാളോടും വിദ്വേഷമില്ല, അത് പ്രത്യേകിച്ച് പ്രകൃതിയോട്. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഭവിഷ്യത്തുകളും ദുരന്തങ്ങളൊക്കെ സഹോദര സമുദായങ്ങളോട്, അയൽ രാജ്യത്തോട്, ലോകത്തോട്, സർവസ്വത്തോടും മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ ഇണങ്ങിച്ചേർന്ന്. ഒരു മനുഷ്യൻ്റെ ദീർഘായുസിൻ്റെ രഹസ്യം എന്താണ്? ഡയറ്റ് ആണോ, എക്സസൈസ് ആണോ? ഇതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതൊക്കെ വേണ്ടത് തന്നെയാണ്, അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കും വേണം. പക്ഷേ ഡയറ്റ് കൊണ്ട്, എക്സസൈസ് കൊണ്ട് മാത്രം ദീർഘായുസ് ലഭിക്കുന്നുണ്ടോ? ഈ ഭാഷകൾ, പ്രദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അതുപോലെ ആശയങ്ങൾ, ഐഡിയോളജി, ഇതിലൊക്കെ വ്യത്യസ്തരായിരിക്കുമ്പോൾ ആ വ്യത്യസ്തത ഉൾക്കൊള്ളലാണ് വാസ്തവത്തിൽ ഐക്യം. ഇപ്പോൾ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി, ചാറ്റ് ബോട്ടായി, ഗ്രോക്കായി, ഇങ്ങനെ പല സംഗതികളായി, ഡീപ് സീക്കായി. ആ ടെക്നോളജിയും മനുഷ്യനെ യൂണിഫൈ ചെയ്യാൻ സഹായകരമാണ്. അതേസമയം ചില ചാലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട് എന്നുള്ളൂ. അത് മനുഷ്യനെ അതിജീവിക്കേണ്ടതാണ്. ഖാദർ സാഹിബിൻ്റെ എൻ്റെ രാഷ്ട്രീയം ഒന്നാണ്, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, നിങ്ങളത് വേറെ ആയിരിക്കും. പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ തല്ലും, ഞങ്ങൾ തമ്മിൽ വിവാദം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ പറയും, നിങ്ങളെന്താ അങ്ങനെ ഒരു സുല്ലായിട്ട് സംസാരിച്ച് പോയത്, അങ്ങനെ കണ്ടാൽ മതിയോ? ഇഷ്ക് ഹെ അസ്ലെ ഹയാത്ത്, മൗത്ത് ഹെ ഇസ് പർ ഹറാം എന്നാണ് അല്ലാമ ഇക്ബാൽ പാടിയത്. വലിയൊരു വിദ്യാർത്ഥി വിഭാഗത്തിന് സർഗാത്മകവും സമരോത്സുകവുമായ ഇടപെടലുകൾ നടത്താൻ പ്രാപ്തമാക്കും വിധത്തിൽ സാഹിത്യോത്സവങ്ങൾ അതിൻ്റെ ദൗത്യം നിർവഹിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും സാഹിത്യോത്സവങ്ങൾ വിരുന്നെത്തുമ്പോൾ വ്യത്യസ്തങ്ങളായ തീമുകളെ ഉപജീവിച്ചുകൊണ്ട് വിവിധ ഘടകങ്ങൾ സാഹിത്യോത്സവിനെ സമ്പുഷ്ടമാക്കാറുണ്ട്. മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ വർഷം തിരഞ്ഞെടുത്ത തീം ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് എന്നതായിരുന്നു, പ്രതീക്ഷകളുടെ ആഘോഷം എന്നതായിരുന്നു. ഈ വർഷം വ്യത്യസ്തമായ മറ്റൊരു തീമിനെ ഉപജീവിച്ചുകൊണ്ടാണ് സാഹിത്യോത്സവ് നടക്കാനിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ പുതിയ കാലവും ലോകവും ഒക്കെ പലപ്പോഴും അതിൻ്റെ ഒരു ദൃശ്യപ്പൊലിമയുള്ള ജീവിതങ്ങളെ മാത്രം കാണുകയും സ്പർശിക്കുകയും, അല്ലെങ്കിൽ ഈ അലങ്കാരങ്ങളും നിറങ്ങളും മാത്രമുള്ളവ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾ കാണേണ്ടത് കാണാതിരിക്കുകയും കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുകയും അങ്ങനെ ഒരു അലസമായ സഞ്ചാരത്തിന് പലപ്പോഴും വിധിക്കപ്പെടുന്നുണ്ട്. അതിന് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട്. പലപ്പോഴും നമുക്ക് വർണ്ണങ്ങളുടെ ലോകത്താണ് ആകർഷകത്വം കൂടുതലുള്ളതെന്നതിനാൽ നമ്മൾ കാണുന്നതൊക്കെയും ആ ഒരു വർണ്ണപ്പൊലിമയിൽ മങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് വിട്ടുപോകുന്ന, ഇടയിൽ കാണേണ്ടതിനെ കാണാനും അനുഭവിക്കേണ്ടതിനെ അനുഭവിക്കാനും, അങ്ങനെ വിട്ടുപോകാൻ പാടില്ലാത്തവയെ നമ്മൾ സാധാരണ വായനയെ സംബന്ധിച്ച് പറയാറുണ്ട്, വരികൾക്കിടയിൽ അന്വേഷിക്കണമെന്ന്, വരികൾക്കിടയിൽ വായിക്കണമെന്ന്. എന്നതുപോലെ ലോകത്തിലെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ വിട്ടുപോകുന്നവയെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവയെ അനുഭവിക്കാനും കാണാനും അറിയാനുമുള്ള ശ്രമങ്ങൾ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട് എന്ന ഒരു ആമുഖം നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി പങ്കുവെക്കുകയാണ്. വിഖ്യാതനായ എഴുത്തുകാരി റേച്ചൽ കേഴ്സനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ലോകത്തിലെ പരിസ്ഥിതി പുസ്തകങ്ങളുടെ ബൈബിൾ എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന, ലോകത്തിൽ പരിസ്ഥിതി ചിന്തയ്ക്ക് വേഗം വർദ്ധിപ്പിച്ച ആദ്യത്തെ ഗ്രന്ഥങ്ങളിലൊന്നായി പരിചയപ്പെടുത്തപ്പെടുന്ന പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഒരു പുസ്തകം എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം റേച്ചൽ കാഴ്സൺ എന്ന എഴുത്തുകാരി എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അമേരിക്കയിൽ DDT എന്ന് പറയുന്ന കീടനാശിനി തെളിച്ചതിൻ്റെ പരിണിത ഫലമായി അവിടെ പക്ഷികളും പൂമ്പാറ്റകളുമൊക്കെ അപ്രത്യക്ഷമാകുന്ന സാഹചര്യമുണ്ടായി.
ആളുകൾ ചുറ്റിലും ഇങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് അവരുടെ പൂന്തോട്ടത്തിൽ പരതുന്ന സമയത്ത് സാധാരണ കണ്ടുവന്നിരുന്ന പൂമ്പാറ്റകളെ കാണാനില്ല, കിളികളെ കാണാനില്ല. അവരൊക്കെ എവിടെയോ അപ്രത്യക്ഷമായിരിക്കുന്നു. ആ അപ്രത്യക്ഷമാകൽ ഒരു ആകുലതയിലേക്ക് നയിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്നലെ വരെ എൻ്റെ പൂന്തോട്ടത്തിലുണ്ടായിരുന്ന പൂമ്പാറ്റ അപ്രത്യക്ഷമായത്? കിളികളുടെ പാട്ടുകൾ എന്താണ് ഇപ്പോൾ കേൾക്കാത്തത്? അവരുടെ കളകളാരവം എന്താണ് മുഴങ്ങാത്തത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇവിടെ തെളിച്ചിട്ടുള്ള DDT എന്ന് പറയുന്ന കീടനാശിനി, ആ കീടനാശിനിയുടെ പരിണിത ഫലമായിട്ടാണ് അങ്ങനെ ഒരു വംശനാശം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പരിസ്ഥിതിയെ അങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവയിൽ നടക്കുന്ന അത്തരത്തിലുള്ള വ്യതിയാനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും ചെയ്യാറുണ്ടോ എന്നത് നമ്മൾ ആലോചനാ വിഷയമാക്കേണ്ടതാണ്. അങ്ങനെ ഒരു ആലോചന നടത്തുന്ന ഒരു വ്യക്തി അതിനെ സവിശേഷമായ ശ്രദ്ധയിലേക്ക്, സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെയാണ് റേച്ചൽ കാഴ്സൻ്റെ ശ്രദ്ധയിലേക്കും അത് വന്നുപെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിസ്ഥിതി ആലോചനകളെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിപ്ലവകരമായ പുസ്തകം രചിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ അനുരണനങ്ങൾ ആ നാട്ടിലാകെയും മുഴങ്ങി. സർക്കാർ ആ കീടനാശിനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ, അത് നിരോധിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ എന്തിനാണ് റേച്ചൽ കാഴ്സനെ ഉദാഹരിച്ചത് എന്ന് ചോദിച്ചാൽ, അവരുടെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന നിശബ്ദ വസന്തം എന്ന പേരിൽ അറിയപ്പെട്ട ആ പുസ്തകത്തെ ഇവിടെ എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിറകിലുള്ള ഒരു കാരണത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ചുറ്റിലും, നമ്മുടെ പരിസ്ഥിതിയിൽ, നമ്മുടെ സമൂഹത്തിനകത്ത് സംഭവിക്കുന്ന അത്തരത്തിലുള്ള ചെറിയ ചലനങ്ങളെപ്പോലും നമുക്ക് കാണാതെ വിട്ടുപോകാൻ കഴിയില്ല. നമ്മൾ അത് നിരീക്ഷിക്കുകയും അവിടെ സംഭവിക്കുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയും അവയെ പരിഹരിക്കാൻ ആവശ്യമായ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. ഇങ്ങനെ നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ കണ്ടെത്തുക എന്നത് അനിവാര്യമാണ് എന്ന് നമ്മുടെ ഈ ഒരു തീം മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ആശയമായി നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അതിഥികളിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെയും നമ്മൾ കാരണങ്ങളെ അന്വേഷിക്കുമ്പോൾ, പരിഹാരം തേടുന്ന സമയത്ത് പലപ്പോഴും ആ തൊലിപ്പുറത്തുള്ള കാരണങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയലൻസിനെ സംബന്ധിച്ച്, അതുപോലെ ലഹരിയെ സംബന്ധിച്ചൊക്കെ വലിയ അളവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കിടയിൽ വയലൻസ് വർദ്ധിച്ചു വരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യം നൽകുന്ന ധാരാളം വിഷ്വലുകൾ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും വേങ്ങരയിലെ ഒരു സ്കൂൾ പരിസരത്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു ക്ലിപ്പ് പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പറയുന്നത്, ഇങ്ങനെ വ്യാപകമായി കുട്ടികൾക്കിടയിൽ വയലൻസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ലഹരിയാണ്. ലഹരി എന്ന ഏക കാരണത്തിലേക്കാണ് പലപ്പോഴും ആളുകൾ എത്തുന്നത്. പലപ്പോഴും ലഹരി മാത്രമല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ, അതിനേക്കാൾ ശ്രദ്ധയൂന്നേണ്ട ധാരാളം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതായിരിക്കും പലപ്പോഴും മൂലകാരണമായി നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുക. പാരൻറ്റിങ്ങിലെ പ്രശ്നങ്ങളടക്കമുള്ള, അതുപോലെ നമ്മുടെ കുട്ടികളുടെ സാമൂഹിക ജീവിതം നഷ്ടപ്പെടുന്നതടക്കമുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ലഹരിയെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾക്കും അതിനെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളിലേക്കുമാണ് പലപ്പോഴും പ്രവേശിക്കുന്നത്. ഡോക്ടർ സോമൻ കടലൂർ എന്ന കവി, അദ്ദേഹം കുട്ടികളുടെ ഈ സാമൂഹിക ജീവിതം അപ്രത്യക്ഷമാകുന്നതിനെ സംബന്ധിച്ച്, അതിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കവിതാവാക്യങ്ങൾ ഇങ്ങനെയാണ്: നാട്ടിലില്ല, വീട്ടിലില്ല, റോട്ടിലില്ല, അച്ഛനോടൊപ്പം വയലിലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയിലില്ല, മരണവീടിൻ്റെ മഹാമൗനത്തിലില്ല, കല്യാണ വീടിൻ്റെ മഹനീയ സാന്നിധ്യത്തിലില്ല, പാർട്ടിയിലില്ല, ജാഥയിലില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു, സത്യമായും ഐ മിസ് യൂഡ. ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മുടെ പുതുതലമുറയുടെ സാമൂഹിക ജീവിതം അപ്രത്യക്ഷമാകുന്നതിനെ സംബന്ധിച്ചാണ്. അവർ ഉണ്ടാകേണ്ട ഇടങ്ങളിലൊന്നും അവരില്ല. അങ്ങനെ സാമൂഹിക ജീവി എന്ന് വിളിക്കപ്പെടുന്ന, അങ്ങനെ നിർവചനം സ്വീകരിച്ചിട്ടുള്ള മനുഷ്യർ
അവരുടെ സാമൂഹിക ജീവിതത്തെ സോഷ്യൽ മീഡിയയിലേക്ക് പറിച്ചു നടപ്പെട്ടതിൻ്റെ ഫലമായി അവർക്ക് സാമൂഹിക ജീവിതം നഷ്ടപ്പെടുമ്പോൾ, അവരിലുണ്ടാകേണ്ടിയിരുന്ന വൈകാരികമായ അംശങ്ങൾ ചോർന്നു പോകുമ്പോൾ, അവരിൽ ആ സാമൂഹിക ജീവിതത്തിലൂടെ ഉണ്ടാകേണ്ട മാനവികതയുടെ അടയാളങ്ങൾ, അംശങ്ങൾ ഇല്ലാതെ പോകുന്ന സന്ദർഭത്തിൽ അവർക്ക് അവരുടെ ആ വൈകാരികമായ ആവേശത്തെ പലപ്പോഴും വയലൻസായി പ്രകടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പുതുതലമുറ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്, അവർക്കിടയിൽ ഈ വയലൻസ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെ നമ്മൾ പ്രത്യക്ഷമായി പരിശോധിക്കുമ്പോൾ ലഹരി അടക്കമുള്ള അത്തരത്തിലുള്ള മാരകമായ, നമുക്ക് ഏറ്റവും വേഗത്തിൽ ദൃശ്യമാകുന്ന കാരണങ്ങളിലേക്ക് എത്താൻ കഴിയുമ്പോഴും നമുക്ക് അത്രമേൽ പരിചിതമായ കാരണങ്ങളെയും കാര്യങ്ങളെയും മാത്രമല്ല നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത് അത്ര പ്രത്യക്ഷമല്ലാത്ത, അത്രയും ദൃശ്യമല്ലാത്ത കാരണങ്ങളിലേക്ക്, കാര്യങ്ങളിലേക്ക് നമ്മളുടെ അന്വേഷണം വികസിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിന് സഹായകമായി വർത്തിക്കുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ, മാനവികതയും മനുഷ്യത്വവും സമൂഹവും സാംസ്കാരികവും അങ്ങനെ തുടങ്ങി നമ്മുടെ സഞ്ചാരത്തിന് സഹായകമാകുന്ന എല്ലാ ഘടകങ്ങളെയും പരിപോഷിപ്പിച്ച് നിർത്തുകയും ആരോഗ്യകരമായി അവയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ രസച്ചരടുകളെ പൊട്ടിച്ചു കളയുന്ന ഏതെങ്കിലും ഘടകങ്ങൾ നമ്മൾ കാണാതെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ, അതൊരു പ്രശ്നകാരിയായി തീരും എന്നതുകൊണ്ട് തന്നെ നമുക്ക് വരികൾക്കിടയിൽ വായിക്കാൻ കഴിയണമെന്ന ദ ഇൻ ബിറ്റ്വീൻസ് എന്ന ഈ പ്രമേയം, ഈ തീം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മൾ അറിയാതെ പോകുന്ന ആ വാക്കുകളെ, വരികളെ, വാക്യങ്ങളെ, ആശയങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള, അതിലേക്ക് ഒരു ശ്രദ്ധ ക്ഷണിക്കൽ എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഈ ഒരു തീമിനെ പരിചയപ്പെടുത്തുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ച്, അഭിവന്ദ്യരായ അതിഥികൾ നമ്മോട് കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കും. ആദ്യമായി ബഹുമാനപ്പെട്ട KN ഖാദർ അവർകൾ നമ്മോട് സംസാരിക്കുന്നു. ആദരത്തോടെ ക്ഷണിക്കുന്നു. ഇന്ന് ഇവിടെ ഈ സാഹിത്യോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയം പരസ്പരം കണ്ടുമുട്ടുന്ന നടപ്പാതകൾ എന്ന് കണ്ടു. അതുപോലെ നമ്മളെ വിളക്കിച്ചേർക്കുന്ന കണ്ണികൾ എന്നും ഒരു പോസ്റ്റിൽ കണ്ടു. രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അവതാരകൻ പാരിസ്ഥിതിക ദുരന്തത്തെക്കുറിച്ച് എഴുതിയ റീച്ചൽ കാഴ്സൻ്റെ, അതിൻ്റെ മലയാളമുണ്ട്, നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും സൂചിപ്പിച്ചു. മനുഷ്യനെ എന്തുകൊണ്ടാണ് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അവനെ ഐക്യപ്പെടുത്തുന്ന ഘടകം ഏതാണെന്നാണ് ചോദിക്കപ്പെട്ടതായി ഞാൻ കണ്ടത്. മനുഷ്യനെ ഐക്യപ്പെടുത്തുന്ന ഒരുപാട് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, പരിമിതമായ സമയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. യൂണിറ്റി എന്ന് പറയുന്നത് ആണ് യാഥാർത്ഥ്യം. മനുഷ്യരെല്ലാം ഒന്നാണ് എന്നതും, ഐക്യപ്പെടുക അല്ലെങ്കിൽ ഐക്യത്തിലാവുക എന്നത് ഒരു സ്വാഭാവികമായ സംഗതിയാണെന്നും പറയാം. പക്ഷേ യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒണ്ണസ് അല്ല, സെയിംനെസ് എന്ന് പറയും. ഒണ്ണസ് അല്ല, സെയിംനെസ് അല്ല, എല്ലാം ഒരുപോലെ എന്നല്ല അതിൻ്റെ അർത്ഥം. യൂണിറ്റിയിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, വൈവിധ്യമുണ്ട്. മറ്റത് അങ്ങനെയല്ല, ഒണ്ണസും സെയിംനെസ്സും. അപ്പോൾ അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന് അവനല്ലാത്ത എല്ലാത്തിനോടും എല്ലാത്തിനെയും ആശ്രയിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ജീവജാലങ്ങളുടെ ഒരു പൊതു സ്വഭാവം മനുഷ്യരുടെ സഹകരിക്കുക, ഐക്യത്തിലാവുക എന്നതാണ്. ധാരാളം അനൈക്യത്തിൻ്റെ കഥകൾ പറയാനുണ്ടാവും. പക്ഷേ അവൻ്റെ ശരിയായ പ്രകൃതിദത്തമായ ഘടന ഐക്യപ്പെടുന്നതിൻ്റെയാണ്, യൂണിറ്റിയാണ്. അത് വിഭജനമല്ല, ഐക്യമാണ്. അതിന് കാരണമുണ്ട്. അതിന് കാരണം ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ
എല്ലാം പരസ്പര പൂരകമാണ്, പരസ്പരം ബന്ധിതമാണ്. മണ്ണിനോട് നമുക്ക് ബന്ധമുണ്ട്, മണ്ണിന് ചെടിയോട് ബന്ധമുണ്ട്, ചെടിക്ക് മൃഗങ്ങളോട് ബന്ധമുണ്ട്, മൃഗങ്ങൾക്ക് നമ്മളോട് ബന്ധമുണ്ട്. ജലം, വായു, അതുപോലെ ആഹാരം, ആകാശം, ഭൂമി, അഗ്നി, വായു, ഇതെല്ലാം പരസ്പരം ബന്ധിതമായ ഒരു ഏകകമാണ്. അപ്പോൾ അതൊക്കെ ഡിഫറെൻ്റാണ്. നോക്കിയാൽ വെള്ളത്തിന് വേറെ ക്വാളിറ്റിയാണ്, വായുവിന് വേറെ സ്വഭാവമാണ്, മണ്ണിന് പല ഘടനകളും പലതും ഉൾക്കൊള്ളുന്നതാണ് മണ്ണ്. ചെടികളിൽ വ്യത്യസ്തമായ ചെടികളുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കിതൊക്കെ വ്യത്യസ്തമാണെന്ന് പറയാം. പക്ഷേ ഇതെല്ലാം പരസ്പരം പൂരകമായിട്ടുള്ള ഒരു വലിയ ഒന്നിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഭാഗങ്ങൾക്ക് ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതായത് എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങൾക്കും നിറവേറ്റാനുള്ള കടമ ഒന്നല്ല. വ്യത്യസ്ത സർവീസുകൾ ആവശ്യമുണ്ടല്ലോ. നമുക്ക് തന്നെ എല്ലാവരും ഒരുപോലെ ആയാൽ അതാണ് സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളെല്ലാം ഒന്നായിരിക്കെ, ഒരേ തരത്തിലുള്ള സൃഷ്ടികളായിരിക്കെ, ജീവജാലങ്ങളായിരിക്കെ, ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായിരിക്കെ തന്നെ നമുക്ക് നിറവേറ്റാനുള്ള വ്യത്യസ്ത കടമകൾക്കനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതൊരു വിഭജനമല്ല, അതൊരു ഡൈവേഴ്സിറ്റിയാണ്, ഒരു വൈവിധ്യമാണ്. ആ വൈവിധ്യം ഇല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും ഒരു സേവനമല്ലല്ലോ ചെയ്യാനുള്ളത്. ഞാൻ ജീവിക്കാൻ എന്തിനെല്ലാം ആശ്രയിക്കണം? എനിക്ക് മണ്ണിനെ ആശ്രയിക്കണം, കൃഷിയെ ആശ്രയിക്കണം, ജീവജാലങ്ങളെ ആശ്രയിക്കണം, വെള്ളം വേണം, വായു വേണം, ആകാശം വേണം, ഭൂമി വേണം, അഗ്നി വേണം, ഇതൊക്കെ വേണം എൻ്റെ ജീവിതത്തിന്. അതൊക്കെ എന്നിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവഘടനയുള്ളതാണ്. എന്നെ അവർക്കും വേണം. അപ്പോൾ അതുകൊണ്ട് പരസ്പര ബന്ധിതമായ മനുഷ്യൻ എന്ന് പറയുന്നത്, ആ യൂണിറ്റി എന്ന് പറയുന്നത് നേരത്തെ അല്ലെങ്കിൽ സ്വയംഭൂവായി പ്രകൃതിദത്തമായി സൃഷ്ടികർമ്മത്തിൽ നിന്ന്, സൃഷ്ടി വൈഭവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ഇവിടെ കാണും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അയാൾ ഒരു ഇൻഡിവിജ്വലാണല്ലോ. അപ്പോൾ എവറി ഇൻഡിവിജ്വൽ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. അതിൻ്റെ അർത്ഥം അവർ അനൈക്യത്തിലാണെന്നല്ല, അവർ ഐക്യത്തിൽ തന്നെയാണ്. ഒരേ സ്ഥലത്ത് നിന്ന് വന്നാണ്, ഒരേ സ്ഥലത്തേക്ക് പോകുന്നവരാണ്, ഒരുപോലുള്ള അനുഭവങ്ങളും എക്സ്പീരിയൻസൊക്കെ ഉള്ളവരാണ്. പക്ഷേ അവർ വ്യത്യസ്തരാണ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ യൂണിറ്റിക്ക് അങ്ങനെ പല റീസണുണ്ട്. യൂണിറ്റിയാണ് നമ്മളെ പൊതു സ്വഭാവം എന്ന് പറയും. ഐക്യത്തിനെ കുറിച്ച് പറയും. പിന്നെ ഇതിനകത്ത് ടെക്നോളജിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പാരമ്പര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെക്നോളജി ചുരുക്കി പറഞ്ഞാൽ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഴിവുകളുടെ ഒരു എക്സ്റ്റൻഷനാണ്, എബിലിറ്റിയുടെ ഒരു വളർച്ചയാണ്. മനുഷ്യന് ആവശ്യമുള്ളത് തന്നെയാണ്. സാങ്കേതിക വിദ്യയാണ് മനുഷ്യനെ വികസിപ്പിക്കുന്നത്. കാരണം അതൊരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ഉപകരണമാണ്. മനുഷ്യൻ പണ്ടേ ധാരാളം ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവനും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവനും അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നവനും അത് പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നവനും കൂടിയാണ്. അങ്ങനെ അവൻ്റെ ജീവിതമുള്ളൂ. അപ്പോൾ പല ഉപകരണങ്ങളും പ്രാകൃതമായ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ചില ഉപകരണങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി, ചാറ്റ് ബോട്ടായി, ഗ്രോക്കായി, ഇങ്ങനെ പല സംഗതികളായി, ഡീപ് സീക്കായി, അങ്ങനെ നിർമ്മിത ബുദ്ധിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ടെക്നോളജി. ആ ടെക്നോളജിയും മനുഷ്യനെ യൂണിഫൈ ചെയ്യാൻ സഹായകരമാണ്. അതേസമയം ചില ചാലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട് എന്നുള്ളൂ. അത് മനുഷ്യനെ അതിജീവിക്കേണ്ടതാണ്. ടെക്നോളജി മനുഷ്യനെ യൂണിഫൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ വേഗം അടുത്തു, നമുക്ക് ധാരാളം പരസ്പരം ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ കൂടി, സാമൂഹ്യ മാധ്യമങ്ങൾ വന്നു, വിദേശത്തുള്ളൊരു ഡോക്ടർക്ക് ഇവിടെ ചികിത്സിക്കാൻ പറ്റുന്നതായി, റോബോട്ടിക് സിസ്റ്റമായി. ഇപ്പോൾ ആമസോൺ എന്നൊക്കെ പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ കുട്ടികൾ നമ്മളൊക്കെ പറയുമ്പോൾ അവർ ചെറുപ്പക്കാർ പറയും തന്ത വൈബാണെന്ന് പറയും. നേരെ മറിച്ച് പിന്നെ ആമസോൺ എന്ന് പറയുന്ന കമ്പനി, നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെയാണ് നമ്മുടെ മക്കളൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഒരാൾ എവിടെ ഇറങ്ങിപ്പോകുന്ന ഞാൻ കണ്ടില്ല. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെ കുട്ടികൾ എല്ലാ ദിവസവും ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളത് തുറന്നു നോക്കാറേ ഇല്ല. ചെറുതും വലുതുമായ സകലതും അവർ വരുത്തുന്നത് ആമസോൺ എന്നാണ്. അപ്പോൾ ആമസോൺ ഒരു കമ്പനി, അങ്ങനെ പലതുണ്ട്. ആ ആമസോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ചൈനയിലെ സ്ഥാപനത്തിൽ 60,000 റോബോട്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്.
യന്ത്രമനുഷ്യൻ എന്നൊക്കെ മലയാളത്തിൽ പറയാം, പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിലും. 60,000 റോബോട്ട്സാണ് വർക്ക് ചെയ്യുന്നത്. റോബോട്ടിക്കായിട്ടുള്ള ആ സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ മുതലാളിക്ക് ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടൊരു കടയൊന്നും ആവശ്യമില്ല, അതിന് ഇത് വേണ്ട. അപ്പോൾ ആ റോബോട്ട്സിനെ വെക്കുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ റോബോട്ട്സ് 24 hours ജോലി ചെയ്യും. അവർക്ക് ഒരു ബാത്റൂം വേണ്ട, അവർക്ക് മെറ്റേണിറ്റി ലീവ് ആവശ്യമില്ല, അവർ യൂണിയനൊന്നും ഉണ്ടാക്കില്ല, അവർക്ക് ഇലക്ട്രിസിറ്റി വേണം പക്ഷേ രാത്രി ലേറ്റ് വേണ്ട. ഇതൊക്കെ ആദായങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള റോബോട്ടിക്കായിട്ടുള്ളൊരു യുഗം വന്നിട്ടുണ്ട്. അപ്പോൾ അതും മനുഷ്യന് യൂസ്ഫുള്ളാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ, മാനേജ് ചെയ്യാൻ മനുഷ്യർ പഠിച്ചിരിക്കണം, പുതിയ മനുഷ്യർ എന്നുള്ളത് മാത്രമുള്ള പ്രശ്നം. അതിനൊരു ഡിജിറ്റൽ എത്തിക്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാണ്. ഒരു ധാർമ്മികത, അതിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന ഒരു ധാർമ്മികതയുടെ അഭാവത്തിൽ ദർ ഈസ് എവറി പോസിബിലിറ്റി ടു മിസ്യൂസ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അതിൻ്റെ ദുരുപയോഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ എല്ലാത്തിനും ദുരുപയോഗത്തിൻ്റെ സാധ്യത ഉണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിക്കത്തിക്കും ദുരുപയോഗം ചെയ്യാം, അതുകൊണ്ട് കുത്തുകയും ചെയ്യാം. പക്ഷേ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനാണ് മനുഷ്യന് സംസ്കാരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു എസെൻഷ്യൽ തിങ്ങാണ്, എബിലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷനാണ്. ഞാൻ അതിൻ്റെ വളരെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ചെറിയ രൂപം പറയണം, ബ്രീഫായിട്ട് പറയണം. അത് ഒരു വളർച്ചയും വികാസവും തന്നെയാണ്. അതുപോലെ ഈ ടെക്നോളജി മനുഷ്യനെ യൂണിഫൈ ചെയ്യുന്നുണ്ട്. അത് ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും യൂണിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ്, ഒരു തലമുറ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 30 വർഷമെങ്കിലും ജീവിക്കുന്ന ഒരു തലമുറ. അത് കഴിഞ്ഞിട്ട് ഒരു 30 വയസ്സാകുമ്പോൾ മനുഷ്യൻ വിവാഹം കഴിച്ച് മക്കളുണ്ടായിയൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ആ തലമുറ പോയി പുതിയ തലമുറ വരാൻ തുടങ്ങും. അപ്പോൾ ഈ ജനറേഷൻസിൽ എങ്ങനെയാണിത് ഈ മനുഷ്യൻ്റെ പൂർവ്വകാല സംഗതികളും അവൻ്റെ ഇതൊക്കെ കലരുന്നത് എങ്ങനെയാണ്, ആ ജനറേഷൻസ് എങ്ങനെയാണ് യൂണിഫൈ ചെയ്യുന്നത്, അതെങ്ങനെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആവുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യനും ആസിഫ് ഉന്നയിച്ച ചോദ്യാവലിയിൽ ഞാൻ കണ്ടു. ഈ ജനറേഷൻസ് ടു ജനറേഷൻസ് എന്ന് പറയുന്ന ഓരോ ജനറേഷനും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അത് ചരിത്രമായിട്ട് അവൻ്റെ മുമ്പിൽ വരും, അത് സാഹിത്യമായിട്ട് അവൻ്റെ മുമ്പിൽ വരും, അത് കലയായിട്ട് വരും, അത് മിത്തുകളായിട്ട് വരും, അത് പല ഇതിഹാസങ്ങളായിട്ട് വരും, പുരാണങ്ങളായിട്ട് വരും, പിന്നെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടും. ഇങ്ങനെ സാഹിത്യമായിട്ടും എഴുത്തായിട്ടും വിവിധ കലാരൂപങ്ങളായിട്ടും ചരിത്രമായിട്ടും മനുഷ്യനിലേക്ക് നമ്മുടെ പൂർവ്വപിതാക്കളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സംഗതികൾ കൈമാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ പഴയ കാര്യങ്ങൾ നമ്മൾ ചുമന്ന് നടക്കുമ്പോൾ തന്നെ അതിങ്ങനെ പഴയത് മുറിഞ്ഞു പോവുകയും പുതിയതിങ്ങനെ ചേർന്ന് വരികയും ചെയ്യും. അങ്ങനെയാണ് ഇതിനൊരു തുടർച്ച വരുന്നത്. അപ്പോൾ ഈ ആ സംസ്കാരം, മനുഷ്യവംശത്തിൻ്റെ സംസ്കാരം, അത് എവിടെയാണ് ആദ്യം ഉണ്ടായത്, എങ്ങനെ ഉണ്ടായത്, ആരാണ് മനുഷ്യൻ, അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഈ സംഘർഷവും ഈ സന്തോഷവും ഈ സമാധാനവും ഈ ദുഃഖവും എല്ലാം പരസ്പര പൂരകമായിട്ട് ഉടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയ തലമുറകളിലേക്ക് പഴയ തലമുറയിൽ നിന്ന് അവരുടെ ട്രഡീഷൻ, പാരമ്പര്യം, കമ്മ്യൂണിറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടത്, കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് ഒക്കെ കൈമാറി അവരെങ്ങനെ മുന്നോട്ട് നയിക്കും. അവർ പുതിയതായിട്ട് കുറേ കണ്ടുപിടിക്കും. പിന്നെ ഈ പഴയതും ഉണ്ട്, അവരങ്ങനെ പഴയതിൻ്റെ തുടർച്ചയും പുതിയതും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അവർ മുന്നോട്ട് പോകും. അങ്ങനെയാണ് തലമുറകളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ന്യൂ ജനറേഷൻസിന് നമ്മൾ പലതും അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഈ സാഹിത്യത്തിലൂടെ, ഇവിടെ സാഹിത്യോത്സവമാണല്ലോ, സാഹിത്യത്തിലൂടെ, കലയിലൂടെ, ശാസ്ത്രത്തിലൂടെ പുതിയതും പലതും അവന് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ മനുഷ്യരുടെ ഒരു സവിശേഷതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ഭുതാവഹമായൊരു പ്രതിഭാസമാണ് മനുഷ്യൻ അവൻ്റെ ഉൾവശമൊന്നും കാണുന്നില്ലല്ലോ, പുറം മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരാത്മാവിൻ്റെ പ്രശ്നമുണ്ട്. ഭൗതിക ശരീരം മാത്രമല്ല മനുഷ്യൻ, ആത്മഭൗതികങ്ങളുടെ ആരോഗ്യകരമായ സമന്വയമാണ്. രണ്ടും കൂടി ആരോഗ്യകരമായി സമന്വയിപ്പിച്ചിട്ടാണ് മനുഷ്യനുള്ളത്. അപ്പോൾ റൂഹ് എന്ന് പറഞ്ഞവരുണ്ട്, ആത്മാവെന്ന് പറയുന്നവരുണ്ട്. ആത്മാവ് അനശ്വരമാണ്, ശരീരത്തിന് മാറ്റങ്ങൾ വരും. അങ്ങനെയുള്ള ഒരു ആത്മാവിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ ജീവിതത്തിലും ഈ ജീവജാലങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ദൃഷ്ടികൾക്ക് വിധേയമല്ലാത്ത പലതുണ്ട്. ഇപ്പോൾ
മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ കണ്ണ്, കാത്, ചെവി, മൂക്ക്, നാവൊക്കെ ഉണ്ടല്ലോ, ഈ ശരീരത്തിൻ്റെ ഈ ചർമ്മം, ഈ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം അവനുണ്ടാക്കുന്ന യന്ത്രങ്ങൾ കൊണ്ട് നോക്കി കാണാനാവാത്ത വിധം മഹാപ്രപഞ്ചം അതിവിസ്തൃതവും അത്യത്ഭുതകരവും അതിസങ്കീർണവുമാണ്. അപ്പോൾ ഒരു ഡയമെൻഷൻ, 2 ഡയമെൻഷൻ വരെ മനുഷ്യന് കാണാൻ സാധിക്കുള്ളൂ. 11 ഡയമെൻഷൻ ഉണ്ടെന്നാണ് ഇപ്പോൾ ശാസ്ത്രം തന്നെ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ കാണാൻ 11 ഡയമെൻഷനിൽ കാണണം. അത് അസാധ്യമാണ്. മാക്സിമം ഒരു മനുഷ്യന് 2 ഡയമെൻഷനിലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ടാണ്. നമ്മളെ ഈ ചെറിയ കഴിവ് വെച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മൾ ഈ വിശദീകരിക്കുന്നത്. ശാസ്ത്രത്തിൽ നിന്നൊക്കെ നമ്മൾ പറയുന്ന ഈ 2 ഡയമെൻഷനിൽ നമുക്ക് കാണാൻ സാധിച്ച ഈ പ്രപഞ്ചത്തിലെ ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അതായിരിക്കും സത്യം എന്ന് വിശ്വസിച്ച് നമ്മൾ പറയണം. അല്ലാതെ മുഴുവനായിട്ട് കാണാനും മനസ്സിലാക്കാനുള്ള പ്രാപ്തി മനുഷ്യന് തന്നിട്ടില്ല, അത്ര ആയുസ്സുമില്ല. അപ്പോൾ ഇവിടെ മനുഷ്യനൊരു സന്ദർശകനായിട്ട് വന്ന സന്ദർശകനായി തന്നെ തിരിച്ചു പോകുന്നൊരു സാഹചര്യമാണ്. അതേസമയം ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് വളരെ എസെൻഷ്യലായിട്ടുള്ള ഐക്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്, നാച്ചുറൽ സ്വഭാവമാണ്. ആ പ്രകൃതിദത്തമായ സ്വഭാവം, അതിന് പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു ദൈവത്തിൻ്റെ സർഗശക്തി കൊണ്ട് ഉണ്ടായിട്ടുള്ള മഹാത്ഭുതങ്ങളാണ്. എല്ലാം മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയില്ല. പിന്നെ ഭാഷയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. തലമുറകൾക്ക് ഭാഷ നമ്മൾ കൈമാറുന്നത്. ഈ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു വലിയ വിഷയങ്ങളാണ് ഞാൻ ഈ ചെറിയ ഇതിൽ പറയണത്. ഈ ഭാഷ എന്ന് പറയണത് ഉരുത്തിരിഞ്ഞ് വരുന്നതിന് മുമ്പ് ശബ്ദങ്ങളുണ്ടായിരുന്നു, ചിത്രങ്ങളുണ്ടായിരുന്നു, ഗുഹാചിത്രങ്ങളുണ്ടായിരുന്നു. അത് ഭാഷയായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോൾ സയൻറ്റിസ്റ്റൊക്കെ പറയുന്നത് ലോകത്ത് 3 ഭാഷാ ഗ്രൂപ്പുകളാണുള്ളതെന്നാണ്. 3 ഭാഷാ ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പ് ഇനം തിരിച്ച് മനസ്സിലാക്കിയപ്പോൾ 3 വിഭാഗത്തിൽപ്പെട്ട ഭാഷാ സമൂഹങ്ങളുണ്ട്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നാണ് ബാക്കി ഭാഷകളൊക്കെ. അതിന് കുർഗൻ ഹൈപ്പോത്തീസിസ് എന്നാണ് പറയുക. അപ്പോൾ ആ ഭാഷാ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ആ 3 വിഭാഗത്തിലും ചിലപ്പെട്ട ചില ഭാഷകളുണ്ട്. ഇവിടെ ചിലർ പറയലുണ്ടല്ലോ, ഇന്ത്യയാണ് ലോകത്തിൻ്റെ മധ്യത്തിൽ, ഇന്ത്യയാണ് ഇതല്ല, ഈ ഭാഷ ഇന്ത്യയുടെയാണ്. അങ്ങനെ ലോകം മുഴുവൻ അതിൻ്റെ ഒരു കേന്ദ്രമായിട്ടിരിക്കുന്ന ഇന്ത്യ എന്നുള്ള മട്ടിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് 5000 വർഷം 10000 വർഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതൊന്നും ഈ സയൻറ്റിസ്റ്റ് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അവർ അതിൻ്റെ ഒറിജിനെ പറ്റി പലതും പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യന് ഈ ഐക്യപ്പെടുക എന്നുള്ളത് അതിന് ഒരു അഭാവം. ഇപ്പോൾ ഈ സബ്ജക്റ്റ് തന്നെ സാഹിത്യോത്സവത്തിൽ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സംഘർഷങ്ങളുടെ ഒരു കാലമാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് അനൈക്യത്തിന് വേണ്ടിയാണ്, ഭിന്നതയ്ക്ക് വേണ്ടിയാണ്, നാശത്തിന് വേണ്ടിയാണ്, ആണവായുധങ്ങൾക്ക് വേണ്ടിയാണ്, ബാലിസ്റ്റിക് മിസൈലിന് വേണ്ടിയാണ്, ക്രൂയിസ് മിസൈലിന് വേണ്ടിയാണ്, MSX മിസൈലിന് വേണ്ടിയാണ്, അതുപോലെ സബ്മറൈൻസിന് വേണ്ടിയാണ്, വാർ ഹെഡഡ് വെപ്പൺസുള്ള ആണവ റിയാക്ടറുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യൻ പണം ചെലവാക്കുന്ന മുഴുവൻ ആഹാരത്തിനും അവൻ്റെ സാധാരണ മനുഷ്യരുടെ അത്യാവശ്യത്തിനും അല്ലാതെ ഭരണാധികാരികൾ പണം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിഫൻസിനാണ്, യുദ്ധം ചെയ്യാനാണ്, പട്ടാളത്തിനാണ്, ആയുധങ്ങൾക്കാണ്, അതിൻ്റെ വിൽപ്പനക്കാണ്. അത് വലിയ ബിസിനസ്സായിട്ട് ഒരു സ്ഥലത്ത് യുദ്ധം ഉണ്ടാവാഞ്ഞാൽ ഈ ഉണ്ടാക്കിയ ആയുധം ചിലവാകില്ല, അതിനു വേണ്ടി യുദ്ധം ഉണ്ടാക്കുകയാണ്. ഒരു യുദ്ധത്തിൽ 2 കൂട്ടരുടെ പോകുമ്പോൾ 2 കൂട്ടർക്കും ആയുധം വിറ്റിട്ട് 2 കൂട്ടരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഇവരെ കച്ചവടം നടക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ രാജ്യം രാജ്യത്തോടും, രാഷ്ട്രം രാഷ്ട്രത്തോടും, ജാതി ജാതിയോടും, മതം മതത്തോടും, ഭാഷ ഭാഷയോടൊക്കെ കലഹിക്കുന്ന തരത്തിലുള്ളൊരു അന്തരീക്ഷം ലോകത്തുണ്ട്. പണ്ട് മുതലും അങ്ങനെ ഉണ്ടായിരുന്നു. 1-ാം ലോകമഹായുദ്ധം 2-ാം ലോകമഹായുദ്ധമൊക്കെ നമ്മളിൽ പലരും കാര്യപ്രാപ്തി നേടുന്നതിന് മുമ്പ് നടന്നതാണ്. അങ്ങനെയുള്ള ധാരാളം യുദ്ധങ്ങൾ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ 3000 യുദ്ധങ്ങളെങ്കിലും 5000 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണ്ടേ? ഈ സംഘർഷങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു? മനുഷ്യൻ ഒന്നാണെന്നുള്ളത് ഒരു മെസ്സേജ് എന്താണ് നമ്മൾ കൊടുക്കാത്തത്? അല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് മതിയോ? കൂടുതൽ കൊടുക്കണ്ടേ? എന്തുകൊണ്ട് മനുഷ്യന് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല? പ്രകൃതിയോട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല, അതുപോലെ പരിസ്ഥിതികളോട് ചേർന്ന് പോകാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ നാശം വരുത്തിയതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. മഹാപാരിസ്ഥിതിക ദുരന്തങ്ങളും കാലാവസ്ഥ വ്യതിയാനവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നം. യുദ്ധങ്ങൾ കൊണ്ട് തന്നെ പരിസ്ഥിതി നാശമാകുന്നുണ്ട്. റേച്ചൽ കഴ്സൺ എഴുതുന്ന കാലത്ത് അതൊന്നുമല്ല. അതിനുശേഷം നമ്മുടെ കവികളും സാഹിത്യകാരന്മാരും അതുപോലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുപാട് സംഗതികൾ
അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ONV കുറുപ്പ് തന്നെ ഭൂമിക്കൊരു ചരമഗീതം എന്നറിയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത ഉണ്ട് അദ്ദേഹത്തിൻ്റെ, ഭൂമിക്കൊരു ചരമഗീതം. എല്ലാം മറന്നൊന്ന് ഉറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി, ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഒരാൾക്ക് ഉറങ്ങിക്കിടക്കണമെങ്കിൽ മറ്റൊരാൾ കാവൽ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു. എല്ലാം മറന്നുറങ്ങിയിരുന്ന കാലം പോയി. നീ എൻ്റെ രസനയിൽ വയമ്പും നറുന്തേനുമായി വന്നൊരാദ്യാനുഭൂതി, നീ എൻ്റെ തിരികെടും നേരത്തു തീർത്ത കണമായ അലിയും അന്ത്യാനുഭൂതി. ഭൂമിയെക്കുറിച്ച് കവി പാടുകയാണ്. നീ എൻ്റെ രസനയിൽ നാവിൽ വയമ്പും തേനുമായിട്ടാണ് ആദ്യം വന്നത്, പിന്നെ മരിക്കുമ്പോൾ ഒരു തുള്ളി ജലമായി തീർത്ത കണമായി അലിയുന്നതും നീയാണ്. അപ്പോൾ ഭൂമി നമ്മുടെയായിട്ടുള്ള റിലേഷൻ അങ്ങനെയാണ്. അതുപോലെ മനുഷ്യർക്ക് പേടിയാവുന്നോ നിന്നെ പേടിയാണ് എനിക്കും, ആ മൂടിയ പുതപ്പിനുള്ളിൽ നിന്ന് ഉടരും കൊടും കത്തി എപ്പോഴെൻ നേരെ പായുമെന്നോർത്ത് ഞാനും ഗൂഢം എൻ്റെ വാളിലെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് മധുസൂദനൻ നായർ പാടിയുണ്ട്. ഒരാൾ കണ്ടാൽ മറ്റൊരാളോട് ചോദിക്കുകയാണ്, പേടിയാണ് എനിക്ക് നിന്നെ എനിക്കും പേടിയാണ്, നമ്മൾ തമ്മിൽ പേടിയാണ്, എൻ്റെ പുതപ്പിനുള്ളിൽ ഒരു കത്തി ഉണ്ടോയെന്നും ആ കത്തി എൻ്റെ നേരെ എപ്പോൾ വരുമെന്നും അറിയാതെ ഞാനും വെറുതെ ഇരിക്കുകയല്ല, ഞാൻ എൻ്റെ വാളിലെ പിടി ഞാനും മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർക്ക് പരസ്പരം ഭയപ്പെടുന്നൊരു സാഹചര്യം അത് മാറണ്ടേ, പരിസ്ഥിതി നാശം തടയണ്ടേ, ഇതൊക്കെ വലിയ ഒരു പ്രശ്നങ്ങളാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടം. അപ്പോൾ ലഹരിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പറയണില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ, അയാൾ നോർവേയിലെ മുൻ പ്രൈം മിനിസ്റ്ററായിരുന്നു, ഐക്യരാഷ്ട്രസഭ നിയോഗിച്ചിരുന്നു. അതിൽ മൻസൂർ എന്ന് പറയുന്ന ഒരാൾ സുഡാനിലോ മറ്റുണ്ടായിരുന്ന ഒരു പഴയ പ്രധാനമന്ത്രി, എൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അവർ 900 ദിവസം യോഗം ചേർന്നിട്ട് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോമൺ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞൊരു റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചിരുന്നു. അതിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് നാശം വരുത്താതെ നടത്തണം എന്നാണ് അതിൻ്റെ എസൻസ്. അതിലൊരു കാര്യം പറഞ്ഞിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ്, രണ്ടാമത്തെ കാര്യം പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, മൂന്നാമത്തെ കാര്യം പിന്നെ സോഷ്യൽ ഇക്വാലിറ്റി എന്നുള്ളതാണ്. അത് മൂന്നും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻവയോൺമെൻറ്റലും നോക്കണം, പരിസ്ഥിതി നോക്കണം, ആളുകൾക്ക് തുല്യമായിട്ട് വീതിക്കും ചെയ്യണം, അതേസമയം സാമ്പത്തികമായി വളരും ചെയ്യണം. ഇതിൽ ഈ സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കിയുള്ള നടപടി അല്ലാതെ ബാക്കിയൊന്നും നടക്കുന്നില്ല. എല്ലാവരും സമ്പത്തുണ്ടാക്കാനും കുന്നുകൂട്ടാനും അധികാരം പങ്കുവെക്കാനും. അപ്പം മനുഷ്യനിൽ തന്നെ ഇൻഹറൻ്റായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ ശക്തി പ്രാപിക്കുകയും അവൻ്റെ ദൈവികമായ വശങ്ങൾ അതിൻ്റെ അന്തർധാര ഏതാണ്ട് നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ്റെ യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ വളരെയധികം വേവലാതിക്കൊള്ളുന്നത് നല്ലതാണ്, അത് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫിറ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആദ്യ ഭാഗം ഉപസംഹരിക്കുന്നു. താങ്ക് യു ആൾ. ഈ സാഹിത്യോത്സവത്തിൻ്റെ ഇങ്ങനെ ഒരു തീം വിശകലനം ചെയ്യുന്ന ഈ പരിപാടി മാപ്പിളകലാ അക്കാദമിയിൽ വെച്ച് തന്നെ നടത്തിയത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലുപരി ഇത് ഒരു ഒത്തുചേരലിൻ്റെ ഭാഗമാണ്. രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. സാഹിത്യോത്സവമായാലും മാപ്പിളകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങളായാലും ഈ പറഞ്ഞ തീമുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. വയലൻസ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഏകതയുടെ, അല്ലെങ്കിൽ നേരത്തെ ഖാദർ സാർ പറഞ്ഞതുപോലെ സമത്തിൻ്റെ ലോകത്തെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള പ്രധാനമായും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സാഹിത്യോത്സവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പേരിട്ടതാണെങ്കിലും അത് ശരിക്കൊരു കലോത്സവമാണ്. അപ്പോൾ കലോത്സവം കലയും സാഹിത്യവും എന്നാൽ രണ്ടാണോ? അല്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്തായാലും ഒന്നുറപ്പാണ്, കലയുള്ളിടത്ത് കലാപമുണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഇസ്രായേലിൻ്റെയും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ ആയിട്ട് നമ്മളാകെ ബേജാറിലായ ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ ഞാനൊരു ലേഖനം എഴുതാൻ വേണ്ടി ഇത് യുദ്ധത്തിന് എതിരായിട്ട് എങ്ങനെ എഴുതാൻ കഴിയും, ഒരു പോസ്റ്റ് വേണം എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ പലരുടെയും കവിതകളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക്
ഭൂമിയുടെ അവകാശികൾ ഒക്കെ ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിനെയും ONV ഒക്കെ ഓർത്തെങ്കിലും ചങ്ങമ്പുഴയുടെ കവിതകളൊക്കെ ഓർത്തെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് മഹമ്മൂദ് ദർവേഷിൻ്റെ, പലസ്തീനിയൻ കവിയായ മഹമ്മൂദ് ദർവേഷിൻ്റെ ചില വരികളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഐ ഹേറ്റ് ഇസ്രായേൽ ബട്ട് ഐ ലവ് ജ്യൂസ്. ഞാനത് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. ഐ ഹേറ്റ് ഇസ്രായേൽ, ഞാൻ ഇസ്രായേലിനെ വെറുക്കുന്നു. ഐ ലവ് ദ ജ്യൂസ്. അപ്പോൾ അദ്ദേഹം ആ കവിതയിൽ പറയുന്നുണ്ട്, ജ്യൂസ് ആർ മൈ ബ്രദേഴ്സ്, യഹൂദന്മാർ എൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഒരു കാവ്യഭാഷയിൽ അതെങ്ങനെ പറഞ്ഞതായിരിക്കും, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞ ചൊല്ലുമ്പോഴും നമ്മുടെ മനസ്സിൽ അവൻ അതാണ് ഇവൻ ഇതാണ് എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അത് ഒരു കവിതയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നൊക്കെ ആയാലും ആയില്ല എങ്കിലും ഞാനതിൻ്റെ വളരെ അടിത്തട്ടിലേക്ക് ഒന്ന് ചികഞ്ഞു നോക്കി. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായത് മധ്യപൂർവ്വ ദേശത്തെ ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ ആണല്ലോ. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് ഐ ലവ് ജൂസ് ബിക്കോസ് ദേ ആർ മൈ ബ്രദേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ശരിയാണ്, ഈ യഹൂദന്മാരും അറബികളും എന്നൊക്കെ പറയുന്നത് ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഒന്ന് ഇസ്ഹാക്കിൻ്റെ അല്ലെങ്കിൽ ഇസ്ഹാക്ക് നബിയുടെ ആളുകളാണ്, ഒരു കൂട്ടർ ഇസ്മായിൽ നബിയുടെ ആളുകളാണ്. അവരുടെയൊക്കെ പിതാവ് ഒന്നാണ്, ഇബ്രാഹിം നബിയാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് സംഘർഷമില്ലാത്ത ഒരു ലോകത്തേക്ക് വരാൻ കഴിയും എന്ന് തോന്നിയത്. നമ്മൾ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തെക്കുറിച്ച് ഞാൻ ഇന്ന തറവാട്ടിൽ ജനിച്ചവനാണ് എന്ന് അഹങ്കരിക്കുമ്പോൾ നമ്മൾ അതിനപ്പുറം നമ്മളൊക്കെ ഒരു പിതാവിൻ്റെ മക്കളാണ് എന്ന് നമുക്ക് എത്രമാത്രം ചിന്തിക്കാൻ തോന്നുന്നുണ്ട് എന്നുള്ളത്. ഇന്ന ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതഅറഫു എന്ന് വളരെ സിമ്പിളായിട്ട് അല്ല ഖുർആൻ പറഞ്ഞത്. അത് ഓരോന്നും വളരെ വ്യക്തമായിട്ട് നിങ്ങളെല്ലാം ഒന്നു തന്നെയാണ്, നിങ്ങളുടെ നിറമോ വർഗമോ വർണ്ണമോ പ്രശ്നമല്ല എന്ന് പലതവണ പറഞ്ഞാലും അതിൻ്റെ അനുയായികളായ ഈ മനുഷ്യർക്ക് ഇത് ഒന്ന് അത് വേറെ എന്ന് പറയാനാണല്ലോ കൂടുതൽ താല്പര്യം. നമ്മൾ ശരിക്ക് ഇവിടെ നമ്മുടെ സ്വന്തത്തെക്കുറിച്ച് ഖുർആൻ പലപ്പോഴും ഈ ഒരു ഐക്യബോധത്തെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. പ്രപഞ്ചം തന്നെ ഒന്നാണ് എന്നാണല്ലോ. അന്ന സമാവാത്ത് വൽ അർദ ഖാനത്ത റത്ഖൻ ഫഫതഖ്നാഹുമ എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. ഖുർആൻ ഇത് വളരെ സ്പഷ്ടമാക്കുന്ന ഈ പറയുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങൾ പലതിലേക്കും പോകണ്ട. ഇന്ന റബ്ബക്കും വാഹിദ് ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ ദൈവം ഒന്നാണ്, നിങ്ങൾ മനുഷ്യരൊന്നാണ്, നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ആളുകളാണ് എന്നൊക്കെ പലവരും ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ മുസ്ലിങ്ങളാവട്ടെ, മുസ്ലിങ്ങൾ ഒരു ഭാഗം ഷിയാക്കൾ, ഒരു ഭാഗം സുന്നികൾ, ഒരുപാട് ആളുകൾ. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ പല ആളുകളുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്ക് യുദ്ധം. പക്ഷെ അതിന് അപ്പുറം ഒന്നില്ലേ? യുദ്ധം എന്നത് നല്ല യുദ്ധമുണ്ട്, ചീത്ത യുദ്ധമുണ്ട്. സാമ്രാജ്യത്വം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാമ്രാജ്യം ഉണ്ടാകാൻ വേണ്ടി വരുന്ന യുദ്ധമുണ്ട്. അതേസമയം മർദ്ദിതർക്കെതിരെ യുദ്ധം ചെയ്യുക എന്ന ഖുർആൻ്റെ ആഹ്വാനമനുസരിച്ച് മർദ്ദിതർക്കെതിരായി യുദ്ധം ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. ഓരോരുത്തരും ഇപ്പോൾ അറബ് ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും ഏറ്റവും കൂടുതൽ വർഗീയമായ വംശീയമായ ചിന്തകൾ പുലർത്തുന്ന ആളുകളായിരുന്നല്ലോ. ഒരുപാട് കുർദുകളെയും മറ്റും കൊന്നൊടുക്കിയ ഒരു കാലത്ത് സദ്ദാം ഹുസൈൻ, അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുവെങ്കിലും അദ്ദേഹം തൻ്റെ വർഗശത്രുവായി കണ്ടത് കുർദുകളെയാണ്.
അറബികൾ കാണുന്നത് ഇസ്രായേലിനെയാണ്, ഇറാൻ കാണുന്നത് സുന്നികളെയാണ്, അല്ലെങ്കിൽ യസീദികളാണ്. അതുപോലെ സിറിയയിൽ പോയാൽ അവിടെയുള്ള പ്രശ്നം ഷിയാക്കളും സുന്നികളും തമ്മിലാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യർ തമ്മിൽ പരസ്പരം കലഹിക്കുമ്പോൾ നമ്മുടെ വേദഗ്രന്ഥത്തിൻ്റെ പൊരുളിലേക്ക് തന്നെ നമ്മൾ പോകുമ്പോൾ അവിടെ ഉറങ്ങിക്കിടക്കുന്ന, നമ്മൾ പലപ്പോഴും ഉറക്ക ഗുളിക കൊടുത്തുകൊണ്ട് ഉറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ആ സ്പിരിച്വാലിറ്റിയാണ് ശരിക്ക് ഈ കണ്ണികൾ, ഇവരെ ഒരുമിപ്പിക്കുന്ന കണ്ണികൾ. ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങും ഈശ്വരനെ വാഴ്ത്തുവിൻ. അത് ഈശ്വരനെ കണ്ടെത്തിയ ഒരു കാര്യമാണല്ലോ. പക്ഷേ നമ്മുടെ ഹിന്ദുക്കൾക്കാവട്ടെ, ക്രിസ്ത്യാനികൾക്കാവട്ടെ, മുസ്ലിങ്ങൾക്കാവട്ടെ, അവർക്കൊക്കെ ഓരോ സ്പിരിച്വൽ പാത്സ് ഉണ്ട്, മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളിലൂടെയൊക്കെ അവർ സ്നേഹത്തെ കണ്ടെത്തുന്നുവെങ്കിൽ, ഐക്യത്തെ കണ്ടെത്തുന്നുവെങ്കിൽ ആ മാർഗങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അത് ഖുർആന് സ്പഷ്ടമാണ്. ഏറ്റവും വലിയ ബഹുസ്വരത പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥമാണല്ലോ ഖുർആൻ. ഖുർആനിൽ പറഞ്ഞത് ഖുലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇല ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ് വ യാഖൂബ് വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയ്യീന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ എന്ന ദീർഘമായ ഈ ഒരു വചനത്തിൽ നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല, എല്ലാവരും ദൈവത്തിന് സമർപ്പിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് സംഘർഷങ്ങളെ ഇല്ലാതാക്കാൻ ഇത്തരം വചനങ്ങൾ മാത്രം മതിയല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ സംഘർഷഭരിതമായിരിക്കുന്ന മനസ്സ് മുസ്ലിം ലോകത്തിൻ്റെതാണ്? മുസ്ലിം ലോകം എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞാൽ അവർ ഈ വചനങ്ങളിൽ നിന്ന് അകന്നു പോയത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? ഇവിടെ ഖുർആനിലെ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വചനമുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും വിശ്വസിച്ചവരും. ഇതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മാത്രം സ്വന്തം കാര്യം നോക്കുന്നതല്ല, മറിച്ച് മന്ത്രം ഉരുവിടുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി നോക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. നമ്മൾ ഇത്തഖു, ദൈവത്തെ ഭയക്കുക. ദൈവത്തെ ഭയക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടുത്തിയിരിക്കുക എന്നല്ലല്ലോ അർത്ഥം. ദൈവത്തെ ഭയക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. കാരണം ദൈവം എല്ലാവർക്കും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരാളെ കൊല്ലാൻ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്, അതുപോലെ ജീവിയെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദം തന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഒരുപാട് നിയമങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുന്ന ആ മഹാശക്തിയെ നിങ്ങൾ ഭയക്കണം. അതിനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാറ്റിനോടും, പക്ഷിമൃഗാദികളോടും വൃക്ഷലതാദികളോടും ഒക്കെ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, അങ്ങനെയാണെങ്കിൽ ജീവികളെ കൊല്ലാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം, അതായത് ദൈവത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫ്രെയിമിൽ വളരെ വ്യക്തമായി എപ്പോഴും കൊല്ലാം, എപ്പോൾ കൊല്ലാതിരിക്കാം, എപ്പോൾ കൊല്ലണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞ് അതിനെ അവഗണിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ ഭയക്കുകയാണ്. അപ്പോൾ മനുഷ്യരോടുള്ള പ്രവൃത്തികളെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് നമ്മളൊന്ന് നിഷ്പന്നമാക്കി എടുത്താൽ അത് ഏത് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? സുൽഹ് എന്ന പദത്തിൽ നിന്നാണ് സ്വാലിഹാത്ത് ഉത്ഭവിച്ചത്. അപ്പോൾ മനുഷ്യർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക. സുൽഹ് ഉണ്ടാക്കുന്ന, അതാണ് സ്വാലിഹാത്തായ പ്രവർത്തനങ്ങൾ, അതാണ് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ മനുഷ്യർ ഇണക്കമുണ്ടാക്കുന്ന പ്രവൃത്തികൾ നടത്തുക എന്നതാണ്. അതിന് എതിരായി വരുന്നതെല്ലാം മനുഷ്യർ തമ്മിൽ ഇഷ്യൂസ് അല്ലെങ്കിൽ സംഘർഷം, സമാധാനം ഉണ്ടാക്കാതിരിക്കുന്നതാണ്. ഇപ്പോൾ നാഷണലിസം, ഇപ്പോൾ ഇസ്രായേലിനെ എന്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്, ഇസ്രായേൽ നോട്ട് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, അത് ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ
എല്ലാം ദൈവം സൃഷ്ടിച്ചത് തന്നെയാണ്, ഓക്കെയാണ്. പക്ഷേ ദൈവം നന്മയുടെ ഭാഗത്ത് വെച്ച് ആ രാജ്യത്തെ സൃഷ്ടിച്ചു കൊടുത്തതല്ല. കാരണം ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് നാഷണലിസം. നാഷണലിസം എന്താണ്? രാജ്യത്തെ ഒരുപാട് നേഷൻസായി കാണുക, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ താൻ ജനിച്ചതിൻ്റെ പേരിൽ, ഇങ്ങനെ ദൈവത്തെ പലതായിട്ട് കാണുക. അല്ലാമ ഇക്ബാൽ തന്നെ ആദ്യം അദ്ദേഹം പാടി സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹം ബുൽബുലേ ഹെ ഇസ്കോ യേ ഗുലിസ്ഥാൻ ഹമാര എന്ന് അദ്ദേഹം പാടുമ്പോൾ തന്നെ, അത് പാടണ്ട എന്നല്ല, അദ്ദേഹം പാടുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ചീനോം അറബ് ഹമാര, ഹിന്ദുസ്ഥാൻ ഹമാര, സാരേ ജഹാൻ ഹമാര എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വൃത്തത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മൗലാന മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പ്രസംഗത്തിൽ, അവസാനത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, വി ബിലോങ്സ് ടു 2 സർക്കിൾസ്. ഇന്ത്യക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വി ബിലോങ്സ് ടു 2 സർക്കിൾസ്. ഞങ്ങൾ 2 വൃത്തങ്ങളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. വൺ ഈസ് ടു ഗോഡ് ആൻഡ് ദി അതർ ഈസ് ദ നേഷൻ. ഒന്ന് ദൈവത്തിൻ്റെതായ വഴിയാണ്, മറ്റൊന്ന് രാഷ്ട്രത്തിൻ്റെതായ വഴിയാണ്. പക്ഷേ ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് ദൈവത്തിൻ്റെതായ വഴിക്കാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രം എന്നത് ദൈവത്തിൻ്റെ വഴിയെ, എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ശരീഅത്ത് എന്നത് മാത്രമല്ല, നന്മ ഉദ്ദേശിക്കുന്ന ഏത് വഴിയും, എന്ന് വെച്ചാൽ മറ്റു മതക്കാർ, ശരീഅത്തിൽ അംഗീകരിക്കാത്ത മറ്റു മതക്കാരുണ്ടാകും. അപ്പോൾ അവരുദ്ദേശിക്കുന്ന വഴിയും ഇപ്പം നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇത് മതങ്ങളിലെ ഏകദൈവത്വം എല്ലാ മതങ്ങളിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന്. അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കാതെ എന്നിൽ വിശ്വസിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് ദൈവത്തെ അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി മമ നാരായണായ നമ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാം, അങ്ങനെയാണെങ്കിൽ എല്ലാ മതവും ഒന്നാണ് എന്നാണോ ഇതിൻ്റെ അർത്ഥം? എന്താണ് ഖുർആനിൽ പറയുന്നത്? നമ്മൾ പല കാലത്ത് നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളിലാണ് പ്രശ്നം. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഒന്ന് തന്നെയാണ്, അതിലാർക്കാ സംശയമുള്ളത്? ഓരോ കാലത്ത് പുരോഹിതന്മാർ ആ ഒന്നിൽ നിന്ന് വ്യതിചലിച്ചു പോയപ്പോൾ അവർ പലതായി മാറിയതാണ്. പക്ഷേ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. എത്രയെത്ര പലത് എന്ന് പറഞ്ഞാലും ഒന്നായ നിന്നയ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായ ബിണ്ടൽ വധ മിണ്ടാവതല്ല മമ. കവിയോട് പറയുന്നത്, പല കാലങ്ങളിലായി ഈ പുരോഹിതന്മാരെല്ലാവരും കൂടി ദൈവത്തെ പലതാക്കി വെച്ചു. പക്ഷേ എഴുത്തച്ഛൻ പറയുകയാണ്, പണ്ടേ കണക്ക് നിന്നെ കാണുവാൻ, അതായത് ഒന്നായിട്ട് നിന്നെ കാണുവാൻ എനിക്ക് നിന്റെ കൃപാവലികൾ ഉണ്ടാകണേ നാരായണായ നമ എന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ദൈവത്തെ ഏകദൈവം അദ്ദേഹം നാരായണൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏകദൈവത്തിലേക്ക് ഏത് വിശ്വാസവും ഏത് സ്പിരിച്വാലിറ്റിയും പോകുമ്പോൾ അവിടെ നമുക്ക് സ്നേഹം, അല്ലെങ്കിൽ നമുക്ക് ഭക്തി, അല്ലെങ്കിൽ സൗഹൃദം, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ ക്ലാസ്സിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുട്ടിയോട് ചോദിച്ചു, ദൈവമുണ്ടോ? ദൈവം ഇല്ല, ദൈവമുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമുണ്ടോ? എങ്ങനെ ദൈവം ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, സാറേ മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞു, സാർ മനസ്സുണ്ടല്ലോ. മനസ്സിന് സാറ് കാണുന്നുണ്ടോ? ഞാൻ കുട്ടിയൊന്ന് പരീക്ഷിക്കാൻ ചോദിച്ചതാ. പക്ഷേ കുട്ടി അതിലപ്പുറമാണ് നമ്മളോട് ചോദിക്കുന്നത്, മനസ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിനെ കാണേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കണ്ടാൽ മതി. ദൈവം എവിടെ ഉണ്ട്, മനസ്സ് എവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയും, ഇവിടെയാണ് അവിടെയാണ്, അവിടെ ഒന്നുമല്ലല്ലോ മനസ്സ് എവിടെ ഉണ്ട്, അതിനെ നമ്മൾ രുചിച്ച് മനസ്സിലാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ സംസ്കരിച്ച് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വയലൻസ് ഇല്ലാത്തൊരവസ്ഥ വരും. അത് നേരത്തെ ഖാദർ സാഹിബ് പറഞ്ഞ പോലെ, അത് ടെക്നോളജി ആയാലും ഏത് പുതിയ സംരംഭം മനുഷ്യനുണ്ടാക്കിയെടുത്തതായാലും ദേശീയതയായാലും രാഷ്ട്രീയമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഖാദർ സാഹിബിൻ്റെ രാഷ്ട്രീയം ഒന്നാണ്, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, നിങ്ങളത് വേറെ ആയിരിക്കും. പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ വിവാദം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ പറയും, നിങ്ങളെന്താ അങ്ങനെ ഒരു സുല്ലായിട്ട് സംസാരിച്ച് പോയത്, അങ്ങനെ കണ്ടാൽ മതിയോ
എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും, കൽപ്പിച്ചു കൂട്ടി ഒരു പ്രശ്നം ഉണ്ടാക്കും, ഇഷ്യൂ ആക്കും, രണ്ടു കൂട്ടരും തമ്മിൽ രണ്ടാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ കൈ കൊടുത്തിട്ട് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സമാധാനിച്ചു പോരും. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഭിന്നിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മളെ ഒന്നിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെയൊക്കെ ഒരു സെക്കൻഡറി പൊസിഷനായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് രാജ്യം വേണം, രാജ്യം തന്നെയാണ് വലുത് എന്നത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പാകിസ്ഥാനിയെ അല്ലെങ്കിൽ ചൈനക്കാരനെ അല്ലെങ്കിൽ റഷ്യക്കാരനെ നമുക്ക് ആ മനുഷ്യരെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പേരിൽ എതിർക്കേണ്ടതില്ല എന്ന് നമ്മുടെ മനസ്സ് തീരുമാനിച്ചു കഴിയുമ്പോൾ നമുക്കിടയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മളതുപോലെ ഏത് വിഭാഗക്കാരനായാലും ഏത് ശത്രുവായാലും ഏത് ഫാസിസ്റ്റുകാരനായാലും ഒക്കെ എല്ലാവർക്കും ഒരു മനുഷ്യത്വം ഉണ്ടാകും. നമ്മുടെ വീട് കത്തുമ്പോൾ ഓടി വരുന്നത് ഒരു പക്ഷേ ഇന്നലെ വരെ നമ്മളെ തർക്കിച്ച് നമ്മളോട് പടവെട്ടാൻ വേണ്ടി നമ്മളെ കൊല്ലാൻ വന്ന ആളുടെ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യരെ അവർ നമ്മളോട് എന്ത് ചെയ്താലും അവർക്ക് നമ്മുടെ സ്നേഹം കൊടുക്കുക. ഇഷ്ക് ഹെ അസ്ലെ ഹയാത്ത്, മൗത്ത് ഹെ ഇസ് പർ ഹറാം എന്നാണ് അല്ലാമ ഇക്ബാൽ പാടിയത്. ഇഷ്ക് ഹെ അസ്ലെ ഹയാത്ത്, ജീവൻ നിങ്ങൾക്കുണ്ടോ എങ്കിൽ അതിൻ്റെ അസിൽ എന്ന് പറയുന്നത് ഇഷ്കാണ്, സ്നേഹമാണ്. മൗത്ത് ഹെ ഇസ് പർ ഹറാം, ഒരിക്കലും മരണത്തിന് അതിന് ഒരിക്കലും മരണമില്ല, മരണം അതിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യനിൽ അപ്പുറമുള്ള നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീവനോടുകൂടി നശിക്കുന്ന ഒന്നല്ലല്ലോ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ലോകം ഉള്ള കാലത്തോളം നിലനിൽക്കുന്ന ഒന്നാണ്. നമ്മൾ ഈ ഒരു സ്പിരിച്വാലിറ്റിയെ സ്നേഹവുമായി കൂട്ടിക്കെട്ടി, ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ മുത്തുമഇന്നായ മനസ്സിനെ, നഫ്സുൽ ലവ്വാമയെ നഫ്സുൽ മുത്തുമഇന്നയിലേക്ക് കൊണ്ടുവരിക എന്ന് സൂഫികൾ പറയാറുണ്ടല്ലോ. എന്താണ് നഫ്സുൽ ലവാമ എന്ന് പറഞ്ഞാൽ? കലഹിത മനസ്സ്, കലാപപ്രിയ മനസ്സ്. ആ മനസ്സിനെ ദൈവസ്മരണയിലൂടെ നിങ്ങൾ നഫ്സുൽ മുത്തുമഇന്നയിലേക്ക് കൊണ്ടുവരിക. അത് കൊണ്ടുവന്നാൽ നിങ്ങൾ സന്തോഷവാന്മാരായി സംതൃപ്തി ഉള്ളവരായി. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ സാഹിത്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കലയും ഇതെല്ലാം നമ്മുടെ മതം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒന്നാണ്. ഫോർ ദ സേക്ക് ഓഫ് യൂണിറ്റി ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ലവ്, സ്നേഹത്തിന് വേണ്ടി, അതോടൊപ്പം നമ്മുടെ ഐക്യബോധത്തിന് വേണ്ടി, മനുഷ്യരുടെ ഐക്യബോധത്തിന് വേണ്ടിയും ദൈവം അങ്ങനെയാണ് കലകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ സ്കൂളിലെ യുവജനോത്സവം ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യം തുടങ്ങുക അടിയാണ്, കലാപമാണ് തുടങ്ങുക. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും ഈ സ്നേഹം കടന്നു ചെല്ലുന്നില്ല. അവിടെ മത്സരം തലയിൽ കയറുമ്പോൾ മനുഷ്യർ തമ്മിലെ നമുക്ക് എങ്ങനെ തല്ലി ജയിക്കാൻ കഴിയും എന്ന് നോക്കുകയാണ്. പക്ഷേ ഈ സാഹിത്യോത്സവത്തിൽ ഇതുവരെ നമ്മൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഒരു തർക്കവുമില്ല. ജയിച്ചവൻ ജയിച്ചു, തോറ്റവൻ തോറ്റു, തോറ്റവൻ പിന്നെയും ജയിക്കുന്നു. അതൊക്കെ മനുഷ്യന് എത്രമാത്രം ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ടോ അത് നമ്മുടെ മനസ്സിന് കുളിർമയേകും. കുളിർമയുള്ള മനസ്സ്, ഒരു മുത്തുമഇന്നായ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കലഹപ്രിയമായ മനസ്സിനെ, ലവ്വാമ നിറഞ്ഞ മനസ്സിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും, വിപാടനം ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മുടെ ഈ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തീമിലെ വരികളൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു കവിത മണമുള്ള വരികളാണ്, വളരെ സ്പഷ്ടമാണ്. അതോടൊപ്പം തന്നെ വളരെ ചിന്തിക്കാൻ നമുക്കെല്ലാവർക്കും ഉതകുന്നത് കൂടിയാണ്. നമ്മുടെ പ്രമേയത്തിൻ്റെ തീമിൻ്റെ പല ആവിഷ്കാരങ്ങളിൽ ഒന്നാണ് ഈ ആശയം എന്ന് പറയുന്നത്, അന്യോന്യം കണ്ടുമുട്ടുന്ന നടപ്പാതകൾ എന്നത്. നമുക്കറിയാവുന്നതുപോലെ പരസ്പരം കണ്ടുമുട്ടുക എന്നത് അപൂർവമായി കൊണ്ടിരിക്കുന്ന, അവനവൻ്റെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. എനിക്കും നിനക്കും ലോകങ്ങളുണ്ട്, പക്ഷെ നമുക്ക് മാത്രം ലോകമില്ലാതായി പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെന്ന് പറയുന്നത് ഞാനും നീയും മാത്രമായി ചുരുങ്ങിപ്പോകുന്ന ഒരു കാലത്ത്
നമ്മൾ എന്ന് പറയുന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെയാണ് അന്യോന്യം കണ്ടുമുട്ടുക, ഒത്തിരിപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്, ഒരുമിച്ച് സഹവസിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ലിബറലിസത്തിൻ്റെ ഉപോൽപ്പന്നമായി വികസിച്ചു വന്ന ഇൻഡിവിജ്വലിസം അത് അവനവനിലേക്ക് ചുരുങ്ങാനും അവനവൻ്റെ സുഖങ്ങളെ മാത്രം തേടിപ്പോകാനും മനുഷ്യനെ കൂടുതലായി പ്രേരിപ്പിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ആ ഇൻഡിവിജ്വലിസത്തിനെതിരെയുള്ള അവനവനാത്മസുഖം മാത്രം ആചരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ ലോകം മാത്രമല്ല, മറ്റുള്ളവരുടെ ലോകം കൂടി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഒരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതൊരു മനുഷ്യധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നതുകൂടി സാഹിത്യോത്സവ് SSFൻ്റെ സാഹിതീയമായ ഇടപെടലുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിൽ നിന്ന് ആരംഭിച്ച് എന്നിൽ അവസാനിക്കുന്നതാകരുത് ലോകം. അങ്ങനെ ഒരു സ്വാർത്ഥബോധ്യത്തിൽ നിന്ന് പുറത്തു കടക്കുകയും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുണ്ട്. അതിന് മുകളിൽ നിൽക്കുന്ന മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്യമുണ്ട്. നിനക്കിഷ്ടപ്പെടുന്നത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ നീ സത്യവിശ്വാസിയാവുകയില്ല എന്ന് പറയുന്ന ആ ഒരു മഹാ ഉപദേശം, അതിൻ്റെ പ്രാധാന്യം അപരനെക്കുറിച്ച് ആലോചിക്കുകയും അപരൻ്റെ ആകുലതകളും വേദനകളും എൻ്റെ വേദനയായി സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നീ ഒരു മനുഷ്യനായി തീരുന്നത് എന്ന മഹാ ആശയമാണ് അത് നമ്മോട് സംവേദനം ചെയ്യുന്നത്. അങ്ങനെ അപരൻ്റെ ലോകത്തെ അറിയാനും അന്വേഷിക്കാനും അവരിലേക്ക് പടരാനും അവർക്ക് പല രീതിയിലുള്ള പ്രയോജനമായി തീരാനും ഒരു മനുഷ്യ ശിശുവിന് സാധിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ മനുഷ്യനായിത്തീരുന്നത്. ആ മനുഷ്യരിലേക്കുള്ള സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ സാഹിത്യോത്സവിലൂടെ SSFൻ്റെ സാഹിതീയമായ ഇടപെടലുകളിലൂടെ സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ച് അഭിവന്ദ്യരായ തങ്ങളവറുകൾ ശേഷം സംസാരിക്കും. ആദരപൂർവം തങ്ങളെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ പ്രോഗ്രാമിന് വിശിഷ്ടാതിഥികളായ പ്രിയപ്പെട്ട കന്യ ഖാദർ സാഹിബ്, ഹുസൈൻ രണ്ടത്താണി സാഹിബ്, പ്രിയപ്പെട്ട ബഷീർ മുസ്ലിയാർ, മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, ലോകം പരിഷ്കരിച്ചു, അപ്രാപ്യമായെന്ന് ധരിത്തിരുന്ന പലതും ഇന്ന് നിത്യസംഭവങ്ങളായി മാറി. ഇമ്പോസിബിൾ എന്നൊന്ന് ഇല്ലാത്തൊരു യുഗമായി മാറുന്നു. പക്ഷേ നമ്മുടെ നാടുകളിലുണ്ടായിരുന്ന വീടുകൾ നിറഞ്ഞു നിന്നിരുന്ന കൂട്ടുകുടുംബങ്ങളും ബന്ധങ്ങളും സ്നേഹങ്ങളും സൗഹാർദ്ദങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി എന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രമേയത്തിന് വലിയ പ്രസക്തിയുണ്ട്. ലോകത്ത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 2030 ലോകം കീഴടക്കുമെന്ന് വിശ്വസിക്കുമ്പോഴും ലോകത്തിന് പ്രതിവിധി കണ്ടെത്താൻ പറ്റാത്ത ഒന്നാണ് ദീർഘായുസ്, ആയുഷ് ദൈർഘ്യം എന്നത്. എന്നാൽ എല്ലാ ബന്ധങ്ങളും സുദൃഢമാക്കുന്നതിലൂടെ, വിശിഷ്യ കുടുംബബന്ധം, സുഹൃബന്ധങ്ങൾ, സഹോദര സമുദായങ്ങളുമായി, മനുഷ്യേതര ജീവജാലങ്ങളുമായി, പ്രകൃതിയുമായി, സർവസ്വവുമായുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിലൂടെ ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. മനുഷ്യന്
സമാധാനവും സന്തോഷവും ആരോഗ്യവും ആയുസ്ദൈർഘ്യം വരെ ലഭിക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അത് പറയാൻ പലരും മടിച്ചിരുന്നു. പറയുന്നവർ തന്നെ പല വ്യാഖ്യാനങ്ങളോടുകൂടെയാണ് പറഞ്ഞിരുന്നത്. 50 വയസ്സ് ജീവിച്ചാലും 100 വയസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ 50 വയസ്സുകൊണ്ട് ചെയ്യുമെന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ടായിരുന്നു. എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ ഉയർന്ന യൂണിവേഴ്സിറ്റികളൊന്നാണല്ലോ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി. നമ്മുടെ ഇന്ത്യയിൽ 144 കോടി ജനങ്ങൾ 2011 കണക്കനുസരിച്ച് 144 കോടി ജനങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്ന ഓർക്കുന്നത്. എന്നാൽ 2009 നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആകെ ഇന്ത്യയിൽ 2 ആകെ ടാഗോറിനും CV രാമനും മാത്രമേ നോബൽ പ്രൈസ് കിട്ടുള്ളൂ. ഞങ്ങൾ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അവിടെ ബ്രോഷർ അതിൽ നോബൽ പ്രൈസ് ജേതാക്കളുടെ വിന്നേഴ്സിൻ്റെ വലിയൊരു നീണ്ട പട്ടിക തന്നെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 കൊല്ലം മുമ്പ് അമേരിക്ക ചെന്നപ്പോൾ ഹാർഡ്വേർഡിൽ ഒരു 30-ലധികം നോബൽ പ്രൈസ് ജേതാക്കൾ ആ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. അവിടെ 85 കൊല്ലം വെച്ച് നടന്ന പഠനം, ദ ലാർജസ്റ്റ് സ്റ്റഡി ബൈ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ഓൺ 3 lakh പീപ്പിൾ ഫൗണ്ട് ദാറ്റ്. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു വസ്തുതയാണ്. അഥവാ നമ്മളൊക്കെ പഠനം എന്ന് പറഞ്ഞാൽ 8 or 10 ആളുകളെയാണ് പഠനവിധേയമാക്കുക. അതിൻ്റെ കാലാവധി 4 or 5 കൊല്ലമായിരിക്കും. ഒരു മനുഷ്യൻ്റെ ദീർഘായുസിൻ്റെ രഹസ്യം എന്താണ്? ഡയറ്റ് ആണോ, എക്സസൈസ് ആണോ? ഇതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതൊക്കെ വേണ്ടത് തന്നെയാണ്, അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കും വേണം. പക്ഷേ ഡയറ്റ് കൊണ്ട് എക്സസൈസ് കൊണ്ട് മാത്രം ദീർഘായുസ് ലഭിക്കുന്നുണ്ടോ? എത്ര ആരോഗ്യ പ്രവർത്തകർ, എല്ലാം നന്നായി ശ്രദ്ധിക്കുന്നവർ 40-ലും 50-ലും 60-ലും മരിച്ച് നമ്മൾ എത്ര കാണുന്നുണ്ട്. എന്നാൽ ഡയറ്റും എക്സസൈസും ഒന്നും ഇല്ലാത്ത എത്ര ആളുകൾ 100, 110, 120 ജീവിക്കുന്ന അതും കാണുന്നുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ വസ്തുത? അതോ പഠിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ 100, 110, 120 കൊല്ലങ്ങൾ ജീവിച്ച 3 ലക്ഷത്തിലധികം ആളുകളെക്കുറിച്ച് കണ്ടെത്തിയത് ഡയറ്റ് വേണം, എക്സസൈസ് വേണം, അതിനേക്കാളൊക്കെ വലുതാണ് നല്ല സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക, സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇത് പറയുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ കോടികൾ വില പിടിക്കുക, 8 or 10 കോടി വില പിടിക്കുന്ന നല്ലൊരു മോട്ടോർ വെഹിക്കിൾ, അതിന് 10 കൊല്ലത്തെ വാലിഡിറ്റി കമ്പനി നൽകുന്നത് ഞാൻ വാങ്ങി. ആ വാഹനം ഞാൻ നാഷണൽ ഹൈവേയിലെ എക്സ്പ്രസ് ഹൈവേ കാണിച്ചു കൊടുത്തിട്ടേ ഇല്ല. വെറും കട്ട റോട്ടിലൂടെ തന്നെയാണ് അതിങ്ങനെ കൊണ്ട് കുഴി മല ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആ വാഹനത്തിൻ്റെ വാലിഡിറ്റി എത്ര ഉണ്ടാകും? കമ്പനി പറഞ്ഞ വാലിഡിറ്റിയും കൂടി കിട്ടൂല. 3-4 കൊല്ലം കൊണ്ട് പാട്ടയായി മാറിയിട്ടുണ്ടാകും. അതേ വളരെ താഴ്ന്ന ലോ ക്വാളിറ്റി ഉള്ളൊരു വാഹനം 4-5 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങി. പക്ഷെ അത് ഞാൻ കട്ട റോഡ് കാണിച്ചിട്ടേ ഇല്ല. അത് നല്ല, എൻ്റെ വീട് എക്സ്പ്രസ് ഹൈവേ റോഡിൻ്റെ അടുത്താണ്, ഓഫീസും എക്സ്പ്രസ് ഹൈവേ റോഡിൻ്റെ ചാരത്താണ്, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാ വാഹനം എനിക്ക് അതിൻ്റെ കമ്പനി നൽകിയ കാലാവധിയേക്കാൾ കൂടുതൽ എനിക്ക് ഓടിക്കാൻ കഴിയും. ഇത് നൽകുന്ന സന്ദേശം എന്താ? എപ്പോഴും വാഹനം അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്തിനേറെ ഞാനിപ്പോൾ ഓടിക്കച്ചിങ്ങോട്ട് വന്ന് എൻ്റെ പ്രഷർ പരിശോധിച്ചാൽ ഹൈ പ്രഷറായിരിക്കും. എൻ്റെ ഹാർട്ടിൻ്റെ മിടിപ്പ്, നാഡിമിടിപ്പ് എല്ലാം പൾസുകളും തെറ്റിയിരിക്കും. എന്നാൽ
ഞാനും എൻ്റെ ഭാര്യയും അല്ല എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ കൂട്ടുകുടുംബമായിട്ട് വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം ഉണ്ടായി, മാനസിക തകർന്നാൽ എൻ്റെ ആ പുഞ്ചിരിക്കുന്ന ആ പുഞ്ചിരി അങ്ങ് പോകുന്നു മാത്രമല്ല, മുഖം കരിവാളിക്കുന്നു മാത്രമല്ല, മുഖം സങ്കുചിതമാകും, കൈകാലുകൾ വിറക്കും, ശബ്ദമിടറും, രോമമെടുത്ത് പിടിക്കും, എന്തെല്ലാമോ മാറ്റങ്ങൾ വരും എൻ്റെ ബാഹ്യഭാഗങ്ങൾ. എന്നാൽ ഇതിൻ്റെ 10 മടങ്ങ് എൻ്റെ ഇൻറ്റേർണൽ പാർട്സുകൾക്ക്, ഇത് എക്സ്റ്റേണൽ പാർട്സുകൾക്ക് ഇത്രയൊക്കെ മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എൻ്റെ ഷുഗർ ഒന്ന് പരിശോധിച്ചാൽ, എൻ്റെ പ്രഷർ ഒന്ന് പരിശോധിച്ചാൽ, എൻ്റെ ഹാർട്ടിൻ്റെ ഇടുപ്പൊന്ന് പരിശോധിച്ചാൽ എല്ലാറ്റും അപ്പോൾ എന്നും ഇങ്ങനെ ഒരു പ്രശ്നം, ഉമ്മയിട്ടും ബാപ്പയായിട്ടൊരു പ്രശ്നം, അത് കഴിയുമ്പം ഭാര്യയായിട്ടൊരു പ്രശ്നം, അതേറ്റ് മക്കളായിട്ടൊരു പ്രശ്നം, അതേറ്റ് ഒരു കുടുംബമായിട്ട് പ്രശ്നം. ഇങ്ങനെ ആകുമ്പോൾ അവൻ്റെ ഹാർട്ടും അവൻ്റെ കിഡ്നിയും അവൻ്റെ ബ്രെയിനും അവൻ്റെ എല്ലാറ്റും തകരാറ് സംഭവിച്ചാണ്. അങ്ങനെ കൂടുതൽ കാലമൊന്നും അവനിക്ക് ഓടാൻ കഴിയില്ല. ഞാൻ ഒന്നുകൂടി ആലോചിക്കുകയാണ്. അടുത്ത് ഒരു പത്രപ്രവർത്തകൻ എന്നോട് അപ്പോയിൻമെൻറ്റ് വാങ്ങി, എന്തോ ഇൻ്റർവ്യൂ മറ്റോ ആയിരിക്കുന്ന ആ ലക്ഷ്യം വെച്ചത്. അങ്ങനെ വീട്ടിൽ വന്ന് മുസ്ലിമും അല്ല, അദ്ദേഹം കാലൊക്കെ തൊട്ട് പോയി. ഞാൻ ഇവിടെ കേരളത്തിൽ പണ്ട് കാലത്തൊക്കെ കേട്ടിരുന്നു, ഇപ്പോൾ അങ്ങനെ കാളിലും കേൾക്കുക കൊടുക്കുക. എന്താ പടച്ചോൻ ഇതിങ്ങനെ? ഞാൻ സമ്മതിച്ചില്ല എന്തായാലും. എന്നിട്ട് വളരെ ബഹുമാനപ്രസം, നിങ്ങളുടെ ഖുർആനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്ത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നതാണ്. ഞാനിങ്ങനെ ഇതെന്താ ഇത് റബ്ബേ, ഇവന് ഈ പത്രപ്രവർത്തനം എന്താ ആയത്ത് ഓതുന്നത്? നിങ്ങളുടെ ഖുർആൻ എന്ന് പറഞ്ഞ് ഞാൻ ഫാദറെ പേരെന്താന്ന് വെച്ച്, അപ്പോൾ മുസ്ലിം അല്ലാന്ന് ഉറപ്പായി. ഞാൻ നിങ്ങളെന്താണ് ആ ആയത്ത് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് 21 വട്ടം ആയത്ത് ഓതിയിട്ടാണ് കിടക്കുക എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഒന്നും കൂടി എന്താ പടച്ചോനെപ്പോൾ ഇതിങ്ങനെ? നമുക്കെല്ലാവർക്കും ആകെ പോയിട്ടുള്ള ആയത്താണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ. അവനിക്കാണെങ്കിലും ഏറ്റവും എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് 21 വട്ടം ഓതിയിട്ടാണ് കിടക്കുക. ഞാൻ ചിന്തകളത് ഓതാൻ കാരണം ഞാനായെങ്കിലും അതുവരെ ചിന്തിച്ചില്ല. അപ്പോൾ പറഞ്ഞ മറുപടി, ഈ വിദ്വേഷവും വൈരാഗ്യവും അയൽവാസിയോടും കൂട്ടുകുടുംബത്തോടൊക്കെ ഇതാക്കി ഞാനെങ്ങാനെന്ന് രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിയില്ല, ബോധരഹിതനായി, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരെല്ലാം ഉണ്ടാകുക? ഞാൻ ഇന്നലെ വരെ കലഹിച്ച അയൽവാസിയല്ലേ ഉണ്ടാകുക? പിന്നെ ഓനോട് എന്തിനാ ഞാനിങ്ങനെ വെറുപ്പും വിദ്വേഷം വെച്ചിക്കേണ്ട ആവശ്യമോ? അല്ല, ഞാൻ വല്ലതും സംഭവിച്ചു, എൻ്റെ ശ്വാസം നീണ്ട് നിന്നുപോയി, എൻ്റെ ശവസംസ്കാര ചടങ്ങൊക്കെ നടത്താൻ ആരിലേ ഉണ്ടാകുള്ളൂ? ഇവരല്ലേ ഉണ്ടാകുള്ളൂ. എന്തിനാ ഞാനിതേറ്റ് ഇങ്ങനെ വെച്ച് അടക്കേണ്ട ആവശ്യമോ? അപ്പം ഞാനതിൻ്റെ മനസ്സൊന്ന് ഫ്രീ ആയാ എനിക്ക് ഉറക്ക് നല്ല സുഖമായിട്ട് എനിക്ക് ഉറക്ക് കിട്ടും, എനിക്ക് എല്ലാ സന്തോഷം കിട്ടും. സത്യത്തിൽ ഞാൻ അപ്പോഴാണ് ആലോചിച്ച് പോയത്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സെക്രട്ടറി നിർത്തിക്കിനെ മരണത്തെപ്പറ്റി ഇപ്പോഴും ഓർമ്മാക്കാൻ. നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് നമ്മളൊക്കെ മൊബൈൽ ഫോണ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ നടത്താറുണ്ടല്ലോ, റീസ്റ്റോർ ചെയ്യാറുണ്ടല്ലോ, കുറേ ഡിലീറ്റ് ചെയ്യാറുണ്ടല്ലോ. എന്നാൽ നമ്മുടെ മനസ്സ് മാത്രം ഡിലീറ്റ് ചെയ്യൂല. മനസ്സിലുള്ള ആ വെറുപ്പും വൈരാഗ്യം കാലാകാലവും അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഒരാളോടും വിദ്വേഷമില്ല, പ്രത്യേകിച്ച് പ്രകൃതിയോട്. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഭവിഷ്യത്തുകളും ദുരന്തങ്ങളൊക്കെ സഹോദര സമുദായങ്ങളോട്, അയൽ രാജ്യത്തോട്, ലോകത്തോട്, സർവസ്വത്തോടും മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ ഇണങ്ങിച്ചേർന്ന് മനുഷ്യൻ ആ സൗഹാർദ്ദ ബന്ധങ്ങൾ നിലനിർത്തി ലോകം ഞാൻ സ്നേഹിക്കണം, സർവരെയും ഞാൻ സ്നേഹിക്കണം. ഞാൻ ഇതര ജീവജാലങ്ങളെപ്പോലെയല്ല, മറ്റെല്ലാ ജീവജാലങ്ങളും ജനിച്ച ഉടനെ ഓടുന്നു, ചാടുന്നു, നടക്കുന്നു. ഞാനാവട്ടെ പ്രസവിച്ച ഉടനെ നിൽക്കാനോ നടക്കാനോ ഇരിക്കാനോ തിന്നാനോ കുടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം മനുഷ്യൻ ഇതര ജീവിതം വ്യത്യസ്തമായ സാമൂഹ്യ ജീവിയാണ്. എല്ലാവരുടെയും സഹകരണം എനിക്ക് വേണം. എനിക്ക് ആൽമരം കാടാവൂല. ഞാൻ എത്ര സമ്പന്നനാണെങ്കിലും ശരി, എനിക്ക് ഇവിടെ നിന്ന് സ്റ്റേജിലേക്ക് ഇറങ്ങുന്ന കാലിലൊരു ചെറിയൊരു അസ്വസ്ഥത വന്നാൽ മതി, ഒരു ചെറിയ തളർച്ച വന്നാൽ മതി, നിങ്ങൾ ആരോ വന്നെന്നെ കൈപിടിക്കണം.
അത് കുറച്ചും കൂടി തന്നെ നിങ്ങൾ സ്ട്രക്ചറിൽ വെച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഇതിനൊക്കെ ഞാൻ സദാസമയത്തും ഞാൻ, അത് പ്രധാനമന്ത്രി ആയാലും ശരി, പ്രസിഡൻ്റ് ആയാലും ശരി, ഞാൻ എല്ലാവരും ആശ്രയിക്കേണ്ടവരാണ്. ആ ആശ്രയിക്കുന്ന സമയത്ത് ഞാൻ അവരെന്നോടൊരു നോട്ടം നോക്കിയാൽ അപ്പങ്ങൾക്ക് ഞങ്ങൾ ആവശ്യം വന്നില്ലേന്ന് ആ നോട്ടം നോക്കാതിരിക്കണമെങ്കിൽ ഞാൻ അവരോടൊന്നും ഒരു വെറുപ്പും വൈരാഗ്യമില്ലാതെ ഞാൻ എല്ലാവർക്കും ചിരിച്ചു കൊടുത്ത്, ഞാൻ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ച്, അത് നല്ലത് മാത്രം പറഞ്ഞ്, വൃത്തികേടുകളൊന്നും നെഗറ്റീവ് മെസ്സേജുകളൊന്നും ഷെയർ ചെയ്യാതെ, ലൈക്ക് അടിക്കാതെ, ഫോർവേഡ് ചെയ്യാതെ, സാമൂഹിക മാധ്യമങ്ങൾ ദുരുപയോഗപ്പെടുത്താതെ ഞാൻ നല്ല നല്ല കലാപരമായ കാര്യങ്ങൾ, ക്രിയാത്മകമായ കാര്യങ്ങൾ, സമൂഹത്തിന് ഉപകരിക്കുന്ന വരകൾ, എഴുത്തുകൾ, ചിന്തകൾ, എന്നിൽ നിന്ന് ഈ രാജ്യത്തിന് കുറേ ക്രിയാത്മകമായ കാര്യങ്ങൾ കിട്ടണം എന്ന ചിന്താഗതിയോടുകൂടെ അതൊക്കെ കുട്ടികളിൽ ശീലിപ്പിക്കുക എന്നതാണ് ഈ SSF സാഹിത്യോത്സവം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. 1973 ഏപ്രിൽ 29 സ്ഥാപിതമായ SSF അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ സാഹിത്യോത്സവിന് 30 വർഷം കഴിയുമ്പോൾ എത്ര പ്രതിഭകളാണ് മാറ്റുരക്കുന്നത്. എത്ര എല്ലാ കൊല്ലങ്ങളിലും യാതൊരു മുടക്കവും കൂടാതെ ഇവിടെ വളരെ ഭംഗിയായി മറ്റ് സ്കൂൾ യുവജനോത്സവങ്ങളൊക്കെ 12 കഴിഞ്ഞ എത്ര അപ്പീലുകളാണ്, അതിൽ രക്ഷിതാക്കളോടും അധ്യാപകരോടും എന്തെല്ലാമാണ് ഒക്കെ തുടങ്ങി. അപ്പോൾ ആ സിൻസിയാരിറ്റി, ആ മൊറാലിറ്റി, ആ സ്പിരിച്വാലിറ്റി, അപ്പോൾ ഇതിലൊക്കെ അധിഷ്ഠിതമായി കൊണ്ട് തന്നെ നമ്മുടെ വരകളും നമ്മുടെ വരികളും നമ്മുടെ എഴുത്തുകളും നമ്മുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ സമൂഹത്തിലേക്ക് എത്തിച്ച് ഈ SSF ചെയ്യുന്നതിന് അൽഹംദുലില്ലാ മലപ്പുറം ജില്ലാ സാഹിത്യോത്സവത്തിന് ഇത്തവണ വേദിയാകുന്നത് കുണ്ടോട്ടിയാണ് എന്നത് കുണ്ടോട്ടിക്കാരുടെ ഒരു മഹാസൗഭാഗ്യമാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇതിൽ മാറ്റുരച്ച് അവരൊക്കെ കലാപ്രതിഭകളായി, അവരൊക്കെ ലോകോത്തര പ്രതിഭകളായി വരുമ്പോൾ അവർക്ക് വലിയ ആശ്വാസമായിരിക്കും. ഇവർക്കൊക്കെ ഒരു വിത്ത് അതിന് വെള്ളവും വളവും ഇട്ട് കൊടുക്കുന്നതിന് പകരമാണ് ഇത്തരം പ്രചോദനമാകുന്ന വേദികൾ, അവർക്ക് പ്രോത്സാഹനങ്ങൾ ഒക്കെ. അപ്പോൾ പലപ്പോഴും സാഹിത്യോത്സവിൽ കാണാറുള്ളത് ആ മത്സരാർത്ഥികൾ നിറയാറുണ്ട്. അതിലേറെ ഇവിടെ കൂടിയ കുണ്ടോട്ടി എല്ലാത്തിനും വ്യത്യസ്തമാണ്. കുണ്ടോട്ടി പരിസരത്തുള്ളവരൊക്കെ അവർക്ക് ഒരു പ്രചോദനമേകുന്നതിന് ഒരു പ്രൗഢോജ്വല വേദി സദാസമയത്തും അതുണ്ടാവണം. എല്ലാ അർത്ഥത്തിലും അതിനെ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞ് അൽഹംദുലില്ലാ എൻ്റെ സംസാരം ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ തങ്ങൾ നമ്മുടെ ഈ വിഷയത്തിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അദ്ദേഹം അതിൽ ടെക്നോളജി പറഞ്ഞു, സമൂഹം പറഞ്ഞു, മതം പറഞ്ഞു, സംസ്കാരം പറഞ്ഞു, സാഹിത്യം പറഞ്ഞു, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ള ബ്രീഫായിട്ടുള്ള വളരെ നമുക്കെല്ലാം മനസ്സിലാകുന്ന തരത്തിലുള്ളൊരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. ഞാൻ നമ്മുടെ അവതാരകൻ്റെ അല്ലെങ്കിൽ മോഡറേറ്ററുടെ നിർദ്ദേശപ്രകാരം ഏതാനും വാക്കുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ 3 പേരും അത്യാവശ്യ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിൽ ഹുസൈൻ രണ്ടത്താണി സാഹിബ് അവസാനം എല്ലാ മതങ്ങളിലും വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ പെട്ട ആളുകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. അതിൽ അദ്ദേഹം ഉദ്ധരിച്ചതുപോലെ ശ്രീനാരായണ ഗുരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന്. അദ്ദേഹം ജീസസിനെ കുറിച്ച് പരമേശ പവിത്രപുത്രനോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി നമ്മളെ ഈ നേരത്തെ ഹുസൈൻ സാഹിബ് പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാത്തിൻ്റെയും എല്ലാ മതങ്ങളും ഒന്നാണെന്നല്ല, അതിൻ്റെ ഒരു അന്തസത്തയിൽ പലതും ഒരുപോലെ കാണാൻ സാധിക്കുന്നുള്ളതാണ്. അത് ഗുരു പറഞ്ഞത് പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്തരെന്ന പോലെ
പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട് അലയാതെ അമർന്നിടണം എന്നാണ്. എല്ലാ മതങ്ങളുടെയും സാരം, മതങ്ങളെന്നാന്ന് മൂപ്പർ പറഞ്ഞിട്ടില്ല, എല്ലാ മതങ്ങളുടെയും സാരം ഒരുപോലെയാണ്, ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് അറിയാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ ചില പാമരന്മാർ, അറിവില്ലാത്തവർ, അന്ധന്മാർ ആനയെ കണ്ടതുപോലെ പല യുക്തി പറഞ്ഞ് നടപ്പുണ്ട്. അതുപോലെ നമ്മൾ ആവരുത്, ശാന്തരായിടണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ നേരത്തെ യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങളെല്ലാവരും കുറേശ്ശെ പറഞ്ഞു. അതിൽ ഈ ഡെമോക്രസി, സെക്കുലറിസം, അതുപോലെ ഈ മറ്റുള്ള ഇഷ്യൂസ്, സാമ്രാജ്യത്വം ഒക്കെ അവതാരകൻ കാണിക്കുകയുണ്ടായി. ഡെമോക്രസിയെക്കുറിച്ച് ഗാന്ധി പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറയാണ്, വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയണ്ട. അദ്ദേഹം പറഞ്ഞത്, സ്കൂളിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമനാവാൻ കാരണം വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അറിയലാണ് ജനാധിപത്യം. ഒറ്റക്ക് ഓടിയാൽ ആരും ഒന്നാമനാവില്ല. അപ്പോൾ ഒന്നാമനില്ലല്ലോ ഒറ്റക്ക് ഓടുമ്പോൾ. അതുപോലെ വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശമാണ് ഡെമോക്രസി. മഹാഭൂരിപക്ഷം മെജോറിറ്റേറിയനിസം നടപ്പിലാക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ ആളുകളും മഹാഭൂരിപക്ഷം അപ്പുറത്താണെങ്കിലും ഒരാളാണെങ്കിലും രണ്ടാണെങ്കിലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് വ്യത്യസ്തനായിരിക്കാനുള്ള അവകാശമാണ് ഡെമോക്രസി, അല്ലാതെ ഭൂരിപക്ഷ ആധിപത്യം അല്ല. അങ്ങനെ വ്യത്യസ്തനായിരിക്കുന്നത് കൊണ്ട് ആപത്തൊന്നും സംഭവിക്കില്ല എന്നുള്ള സുരക്ഷിതത്വ ബോധമാണത്. അതുപോലെ ഈ മതത്തിൻ്റെ സാരാംശത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറയുന്നുണ്ട്. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ആചാര്യന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഏകദൈവ ചിന്താഗതികളെ ഇതര മതങ്ങളിൽ പലപ്പോഴും അവരുടെ ഉപയോഗത്തിലും പലതരത്തിലും അത് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിലും വേദങ്ങൾക്കകത്ത് ഏകയേവ 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 എന്നുള്ള ഒരു വരി തുടങ്ങുന്നുണ്ട്. ഏകയേവ എന്ന് പറഞ്ഞിട്ട് രണ്ടില്ലാത്ത വിധം ഒന്നാണ്, മൂന്നില്ലാത്ത വിധം ഒന്നാണ്. അത് അവസാനം 10 വരെ പറയുന്നുണ്ട്. ന ദശമോ, 10 ഇല്ലാത്ത വിധം ഒന്നാണ്. ഏകയേവ ദൈവത്തിനെ കുറിച്ച് പറയാണ് വേദങ്ങളിൽ. ഇങ്ങനെ പലതും നമുക്ക് സാരാംശത്തിൽ ഏതാണ്ട് ഒരുപോലുള്ള സംഗതികൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ ഭാഷകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ്, വിവിധ ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ ഭാഷകൾ, പ്രദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അതുപോലെ ആശയങ്ങൾ, ഐഡിയോളജി, ഇതിലൊക്കെ വ്യത്യസ്തരായിരിക്കുമ്പോൾ ആ വ്യത്യസ്തത ഉൾക്കൊള്ളലാണ് വാസ്തവത്തിൽ ഐക്യം. അത് മനസ്സിലാക്കിയിട്ടത് അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടത് ഇൻക്ലൂസീവായിട്ടുള്ളതാണ് വാസ്തവത്തിൽ ഐക്യം എന്ന് പറഞ്ഞു. അതാണ് തങ്ങൾ പറഞ്ഞു. ആയുസ്സിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ആയുസ് നീളുന്നതും ഈ എക്സർസൈസും ഇതൊന്നും ഇട്ടൊരു ബന്ധമില്ലാന്ന് ഞാനത് വളരെ താല്പര്യപൂർവ്വം കേൾക്കായിരുന്നു. മനുഷ്യന് ശരാശരി കേരളത്തിൽ 70 വയസ്സാണ് ആയുസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആരൊക്കെ കണക്ക് കൂട്ടി പറഞ്ഞാണ്. ശരാശരി പണ്ട് 60 ആയിരുന്നു, ഇപ്പോൾ 70 വയസ്സ് വരെ ശരാശരി ആയുസ്സുണ്ട്. ചിലർ 100 വരെ ആവും, ചിലർ 10-ാം വയസ്സിൽ 20-ാം വയസ്സിലൊക്കെ മരിക്കും. ആ ശരാശരി ആയുഷ്കാലം 70 വർഷമാണെന്ന് കണക്കാക്കിയാൽ ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിക്കുന്നത് 70 കൊല്ലം കിട്ടുന്ന ഒരാൾക്ക് 25,567 ദിവസമാണ് കിട്ടുന്നത്. 25,567 ദിവസത്തിൽ 8,000 ദിവസം നമ്മൾ ഉറങ്ങുകയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യണല്ലോ, 8,000 ദിവസം നമ്മൾ ഉറങ്ങുകയാണ്. വേറെ 8,000 ദിവസം നമ്മൾ ആഹാരത്തിനും വസ്ത്രധാരണത്തിനും മറ്റ് പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. 16 ഇവിടെ കഴിഞ്ഞു, ഇനി എത്ര ബാക്കിയുണ്ട്? അതിൽ ആദ്യത്തെ 6-7 വർഷം കുട്ടിയാകുമ്പോഴൊരു ശൈശവ ദശയിലെ ഒരു സ്ഥിതിവിശേഷം, വേണ്ടത്ര അവബോധമില്ലാത്ത നമ്മൾ വളരെ നീണ്ട ശൈശവകാലമുള്ള മനുഷ്യർക്ക്. അവസാനത്തെ 5-6 കൊല്ലം ഷുഗറും പ്രഷറും ഒക്കെ തങ്ങൾ പറഞ്ഞ മാതിരി പിന്നെ അതിൻ്റെ ഒരു കാലഘട്ടം, ഷുഗറും പ്രഷറും കാറും ഉണ്ടാവും അവസാനമാകുമ്പോഴേക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലം, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് 15 വയസ്സ് വരെ സ്മാർട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ആ കാലത്ത് നമ്മൾ കലഹിക്കണമെന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കൂടെയല്ല പിറക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥാന്ന് പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാനയിൽ, നമ്മുടെ ജില്ലയിലാണ്,
അദ്ദേഹം പാടിയതാണ്. അല്ല, ഒറ്റക്ക് ജനിക്കുകയും ഒറ്റക്ക് മരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഇടവേളകളിൽ കണ്ടുമുട്ടുമ്പോൾ എന്തിനാണ് കലഹിക്കുന്നത്? ആ ചോദ്യം ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി ഉന്നയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പരിമിതമായ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു ആൾ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അഭിവന്ദരായ തങ്ങളവറുകളും KN ഖാദർ സാഹിബ് അവറുകളും അവസാനം പറഞ്ഞു നിർത്തിയത് ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചാണ്. മനുഷ്യനൊരാമുഖം എന്ന പുസ്തകത്തിൽ സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട്, പൂർണ്ണ വളർച്ചയെത്താതെ മരിക്കുന്ന ഏക ജീവിയാണ് മനുഷ്യനെന്ന്. അത്രയും നശ്വരനായ ആ ഒരു മനുഷ്യ ജീവിതത്തെ, ആ കാലത്തെ നമുക്ക് അടയാളപ്പെടുത്തലുകൾ ആവശ്യമാണ്. അങ്ങനെ ഒരു ആവിഷ്കാരത്തിലേക്കാണ് സാഹിത്യോത്സവുകൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ലളിതമെന്ന കവിതയിൽ PP രാമചന്ദ്രൻ പറയുന്നത് പോലെ, ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി, ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി, ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി, ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ഒരു ചെറിയ തൂവൽ താഴെയിട്ടുകൊണ്ട്, ഒരു ചെറിയ കൂവൽ കൊണ്ട്, മധുരമായ കൂവൽ കൊണ്ട് ജീവിതത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് ഈ ഒരു സാഹിത്യോത്സവിൻ്റെ അനുബന്ധമായി നടക്കുന്ന ഈ പരിപാടിയുടെ സന്ദേശമായി എല്ലാവരും പറഞ്ഞു വെക്കുന്നത്.